തേപ്പ് ഒരു കലയാണ്. രണ്ട് തരത്തിലുണ്ടെന്നതാണ് വ്യത്യാസം. ഒന്ന് മാന്യതയുടെ തേക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു നമ്മളെ തേക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റത് മാന്യത ഇല്ലാത്ത തേപ്പ്. പാർട്ട്ണർക്ക് മനസ്സിലാവുക കൂടിയില്ല ഞാൻ തേക്കപ്പെടുകയാണോ അതോ നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവാതെ പാർട്ട്ണർ ഒരാളെ വഴിയരികിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നൊരു തേപ്പ്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരാളെ പ്രണയിച്ച് ആ പ്രണയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു വിരഹവേദന, നഷ്ടപ്രണയം, പിന്നെ അതിൽ നിന്ന് കവിത എഴുതുന്നു, അയാളൊരു കവിയാവുന്നു, ഇങ്ങനെ. ഇന്ന് അങ്ങനെയില്ല, അവരവിടെ നിന്ന് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യും. പെൺകുട്ടികൾ കുറച്ചും കൂടി ഈ കാര്യത്തിൽ ശരിക്കും ഒരു മോഡേണായി ചിന്തിക്കാൻ തുടങ്ങി. അതായത് എൻ്റെ ലൈഫാണ്, ഈ ഒരാൾ എനിക്ക് പറ്റില്ലെങ്കിൽ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു റിലേഷൻഷിപ്പ്, ഒരു മാരേജ് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് നടക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ പിന്തിരിയുന്നു. പക്ഷെ ആൺകുട്ടികൾ ഇപ്പോഴും അമ്മമാരുടെ ഈ പാമ്പേർഡ് ബോയ് ആണ്. അവർക്കൊരു ചെറിയ ഒരു നോ പറയുന്നത് പോലും സഹിക്കാൻ പറ്റില്ല. സ്ത്രീയും പുരുഷനും മത്സരിച്ച് പിന്നെ തേക്കുന്ന ഒരു സിനിമ ആണ് പൊന്മുട്ടയിടുന്ന താറാവ്. അതിൻ്റെ അകത്ത് ഉർവശി 10 പവന്റെ മാല വേണമെന്ന് പറഞ്ഞുകൊണ്ട് തട്ടാനെ കൊണ്ട് ഇടിച്ചിട്ട് അവള് അതിനെ തേക്കുമ്പോൾ തിരിച്ച് പിന്നെ ശ്രീനിവാസനും സ്വർണത്തിന്റെ ആയിരുന്നില്ല കൊടുത്തത്. തേപ്പ് തേക്കുന്നുണ്ട്. അപ്പൊ തേപ്പ് പണ്ടേ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ വീഡിയോ, കൂടുതലും പെൺകുട്ടികളുടെ ആണല്ലോ കാണാൻ പലർക്കും താല്പര്യം. ഒരാണിന്റെ വീഡിയോ അങ്ങനെ പറയുന്നത് നമ്മളൊരു വീഡിയോ കാണാൻ ആദ്യം ഇൻട്രസ്റ്റ് കാണിക്കില്ല. അപ്പോൾ ആ പെൺകുട്ടിയുടെ വീഡിയോ ഇത്രയും പേര് കാണുമ്പം ആ കുട്ടിയുടെ ജീവിതം ഇനി നശിപ്പിച്ച് അവൾ ഒരു കാലത്തും ഇനി എവിടെയും കരകയറരുത് എന്നുള്ള രീതിയിൽ ആ ഇമേജ് സ്പോയിൽ ചെയ്യുക എന്ന് പറയുന്നത് സാഡിസ്റ്റിക് പ്ലഷറാണ്. തേപ്പിനെ പറ്റി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നല്ല തേപ്പ് കൊണ്ട് ചീത്ത തേപ്പുണ്ട്. ഇപ്പൊ കൂടുതൽ എല്ലാവരും ഇമോഷൻസ് അങ്ങനെ ഒരുപാട് ഉള്ളോട്ട് എടുക്കുന്നവർ കുറവാണ്. ഉണ്ടാകാം, ഉണ്ടാവാണ്ടിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഇമോഷൻസ് ഒക്കെ പല രീതിയിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻഷിപ്പ്, വെസ്റ്റീസ്, അങ്ങനെ കുറെ ആൾക്കാരോട് കാണിക്കാനുണ്ടാകും. അതുകൊണ്ട് അവർ പിന്നെ ഒന്ന് ടാലിയപ്പായി ഇങ്ങനെ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. തേപ്പ് ഒരു കാവ്യരൂപമാണോ കലാരൂപമാണോ എന്താണ്? തേപ്പ് പറയുകയാണെങ്കിൽ ഇപ്പോ ഈ വാക്ക് തന്നെ നമ്മളൊക്കെ തേപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ല. അമ്മ തേച്ചാഴയിൽ തേക്കപ്പെടാണ്ടിരിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറെ ടേംസ് ഉണ്ട്. അതായത് ഞാൻ തേക്കപ്പെടുകയാണെന്ന് മറ്റുള്ളവർ അറിയരുത്, അല്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ഞാൻ അപഹാസ്യ ആവരുത് എന്ന ഉദ്ദേശം തന്നെ അല്ലേ? എന്തൊക്കെയാണ്? സിറ്റുവേഷൻഷിപ്പ്, ബെഞ്ചിങ്, ബ്രെഡ് ക്രംബിംഗ്, പിന്നെന്താണ് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ടേംസ് ഉണ്ട്. ഇതിനൊരു നല്ല വശമുണ്ട് എന്നാ. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരാളെ പ്രണയിച്ച് ആ പ്രണയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു വിരഹവേദന, നഷ്ടപ്രണയം, പിന്നെ അതിൽ നിന്ന് കവിത എഴുതുന്നു, അയാളൊരു കവിയാവുന്നു, ഇങ്ങനെ. ഇന്ന് അങ്ങനെയില്ല, അവരവിടെ നിന്ന് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യും. അത് ഒന്ന് നോക്കിയാൽ നല്ലതാണ്. കാരണം പല സാഹചര്യം പിന്നെ രണ്ടുപേർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല. രണ്ടുപേരും നല്ല എന്താ പറയുക, അവരുടെ മ്യൂച്വൽ ടേംസിൽ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ മൂവി ആണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അല്ലാണ്ട് അതിൽ ഹാങ് ഓൺ ചെയ്ത് അവിടെ തന്നെ കിടന്നിട്ട് അതൊരു പെയിൻ സൃഷ്ടിച്ച് ഒരു ട്രോമ ആവുന്നതിനേക്കാളും നല്ലത് അങ്ങനെ മൂവ് ചെയ്യുന്ന. പക്ഷെ ഒരു കാര്യമില്ലാണ്ട് ഈ ഇന്റൻഷണൽ പ്ലാൻഡ് ആയിട്ട് ഒരാളോട് അറ്റാച്ച് ആവുന്നു. അത് കഴിഞ്ഞ് അതിലും നല്ലൊരു ഓപ്ഷൻ എനിക്ക് വരുമ്പോ, കാരണം ഇന്ന് മീഡിയ കൂടുതലാണ്. അതെ, ഇപ്പൊ കോളേജിലൊക്കെ ആണെങ്കിൽ ഒരു കുട്ടിക്ക് പല കണക്ഷൻസ് ആയിരിക്കും. കാരണം ഇന്ന് മീഡിയ ഉണ്ട്. ഇപ്പൊ വാട്സാപ്പ് ചാറ്റ്സ്, അതായത് ഒരാളോട് വാട്സാപ്പിലാണ് പ്രണയെങ്കിൽ മറ്റൊരാളോട് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും, മറ്റൊരാളോട് ഫേസ്ബുക്കിലായിരിക്കും. തന്നെ പല ഐഡികളിലായിരിക്കും, ഫേക്ക് അക്കൗണ്ട്സ്. ഇതൊക്കെ ഇതിന്റെ ഒരു മുഖച്ഛായ മാറിപ്പോയി. വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ റീൽസ് ഒക്കെ വന്നതിന് ശേഷമാണ് ഈ പുറം രാജ്യങ്ങളിൽ കാണുന്ന സിറ്റുവേഷൻഷിപ്പ്, ഈ ബെഞ്ചിങ് എന്നൊക്കെ ഉള്ളത്. നമ്മളൊക്കെ ബെഞ്ചിങ് എന്നൊന്നും കേട്ടിട്ടേ ഇല്ല. ലൈക്ക് ഇപ്പൊ പറയും ജെൻസി, ഞങ്ങളൊക്കെ മില്ലേനിയൽസ് ആണ്. അപ്പോൾ ഓരോ ടേംസ് കൊണ്ടുവരുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളെ അവരുടെ രീതിയിലേക്ക് മോൾഡ് ചെയ്ത് ആക്കുന്നു. അത് നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. അതായത് കുറച്ച് ഒന്ന് നോക്കിയാൽ ആ ഒരു പോയിന്റ് നല്ലതാണ്. അവർ മൂവ് ഓൺ ചെയ്യുന്നു, വലിയ പ്രോബ്ലം ഇല്ല അങ്ങനെ. പക്ഷേ എങ്കിലും ചില കുട്ടികൾക്കെങ്കിലും ഇത് വലിയ ട്രോമയായി, മാനസികമായ പ്രശ്നങ്ങളായി, ആത്മഹത്യകളിലേക്ക് ഒക്കെ നയിക്കുന്നുണ്ട്. എത്ര സൈക്കാട്രിസ്റ്റ് അവർക്ക് അറിയാം. എത്രയോ കുട്ടികൾ ഇതിൽ തകർന്ന്. കഴിഞ്ഞ ദിവസം കൂടെ ഒരു മോൻ എൻ്റെ അടുത്ത് പറഞ്ഞോളൂ, അവൻ പഠിപ്പിൽ കുറച്ച് പുറകോട്ട് പോയപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞോളൂ, മിസ്സിനറിയാത്ത കുറച്ച് പ്രശ്നങ്ങളുണ്ട് എനിക്ക്. ഒരാൾ എന്നെ ഇങ്ങനെ തേച്ചു, ആ വേർഡാണ് യൂസ് ചെയ്യുന്നത്. ടീച്ചേഴ്സിനോട് നമ്മൾ ടീച്ചേഴ്സിന്റെ നേരെ നോക്കി ഇങ്ങനെയൊന്നും പറയാറില്ല, പക്ഷെ അവർക്കതൊന്നും പറയാൻ മടിയില്ല. എന്നെ തേച്ചു. അപ്പോൾ അത് അങ്ങനെയും
എഫക്ട് ചെയ്യുന്നുണ്ട് കുട്ടികളെ. പറഞ്ഞ പോലെ ഇപ്പൊ കാലം എത്ര കഴിഞ്ഞാലും ഈ തേപ്പ് എപ്പോഴും ഉള്ളിലൊരു വേദന തന്നെയല്ലേ. ജനറേഷൻ മാറി എന്ന് പറഞ്ഞാലും രമണന്റെ കാലത്താണെങ്കിലും ഇപ്പൊ നമ്മുടെ ടോവിനോടെ കാലത്താണെങ്കിലും തേപ്പ് ഈസ് തേപ്പ് അല്ലേ. വേദന അനുഭവിക്കുന്ന ഒരാളാണ്. അല്ല, നമ്മളിപ്പോ തേപ്പ് എന്നൊരു വാക്ക് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതല്ലാതെ ആ ഒരു സംഭവം പണ്ടുള്ളതാണ്. ചിലപ്പം ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ചിലപ്പം പ്രത്യേകിച്ചും പെൺകുട്ടികൾ തേക്കുന്നു എന്നുള്ളതാണ് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഇപ്പോഴും സമൂഹം പറയുന്നത്. ആമ്പിള്ളേരാണ് ഈ തേപ്പ് എന്നുള്ള വാക്ക് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. അവളെന്നെ തേച്ചിട്ട് പോയി എന്നുള്ളതാണ്. അപ്പം പണ്ടും നമ്മളിപ്പോൾ ഈ ചങ്ങമ്പുഴയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ രമണനിൽ തേച്ചിട്ട് പോയി എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു പെൺകുട്ടി അവൾക്കുള്ള കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതിനകത്ത് ചിലപ്പം പെൺകുട്ടിക്ക് ആൺകുട്ടിക്ക് എടുക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അവരുടെ ലൈഫിലെ ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടുകാർ ഞാൻ തൂങ്ങിച്ചാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോറിറ്റി നമ്മൾ അച്ഛനും അമ്മയും കൊന്നിട്ട് ഒരു ജീവിതം ഉണ്ടാക്കണമെന്ന് ആരും വിചാരിക്കില്ലല്ലോ. സോ അങ്ങനെ മാറിക്കൊടുക്കുന്ന സംഭവങ്ങളുണ്ട്. രണ്ടാമത്തെ കേസ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത് ഈ തേപ്പിൻ്റെ സംഭവം ഇപ്പോൾ പറഞ്ഞ കുറേ ഷിപ്പുകൾ പറഞ്ഞല്ലോ. ഈ ഷിപ്പുകളുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ പെൺകുട്ടികൾക്ക് കുറച്ചും കൂടെ ബോധവൽക്കരണ പരിപാടികളും സംഭവങ്ങളും ഇപ്പോൾ സ്കൂളിലാണെങ്കിലും ശരി, നമ്മൾ സോഷ്യൽ മീഡിയ എനി മീഡിയം അതിലൂടെയൊക്കെ നമ്മൾ പെൺകുട്ടികളെ കുറച്ചും കൂടെ എംപവേർഡ് ആയപ്പം പെൺകുട്ടികൾ അവരുടെ ഇൻഡിവിജ്വാലിറ്റി എന്നതിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മുമ്പ് നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഡിഗ്രിക്ക് ഒരു പ്രേമുണ്ടെങ്കിൽ അവൻ കലിപ്പൻ്റെ കാന്താരിയായിട്ട് ജീവിക്കല്ലാതെ വേറെ വഴിയില്ല. അവനെ പ്രേമിച്ചോ എന്ന് അവനെ കെട്ടണം. അങ്ങനെയാണ്. അവനെ കെട്ടിയിട്ടില്ലെങ്കിൽ നമ്മളൊരു വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് അന്ന് നമ്മൾ ഒരാളെ പ്രണയിച്ച അയാളെ തന്നെ നമ്മൾ ഈ ഭർത്താവിനെ വേശ്യാലയത്തിലേക്ക് എടുത്ത് കുഷ്ഠരോഗിയായ ഭർത്താവിനെ വേശ്യാലയത്തിലേക്ക് എടുത്തുകൊണ്ടുപോയ സ്ത്രീയുടെ കഥയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പം നമ്മളും അങ്ങനെ ത്യാഗിനിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം ഇനി അയാൾ എത്ര മദ്യപിക്കുകയോ ഉപദ്രവിക്കുകയോ അയാൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിലും തിരിച്ചു വന്നാൽ അവനെ രണ്ടും കൈ നീട്ടി സ്വീകരിക്കണം. ബിക്കോസ് നീ അവനെ കമ്മിറ്റ് ചെയ്ത ഒരു പെണ്ണാണ് എന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അത് പുരുഷന് ഭയങ്കര കംഫർട്ട് സോണും അവനൊരു സുപ്രീം അതോറിറ്റി എന്നൊരു ഫീലും കൊടുത്തിരുന്നു. ഇപ്പൊ പെൺകുട്ടികൾക്ക് ആകെ ഒരു ജീവിതമേ ഉള്ളൂന്നും ഒരുത്തന്റെ അടിയിൽ ഇങ്ങനത്തെ ടോക്സിക് ആയ ഒരാളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ പെട്ടുപോകും, അതിലും നല്ലത് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതാണെന്നും അത് മനസ്സിലാക്കുമ്പോൾ പെൺകുട്ടികൾ ബാക്ക് ഓഫ് ചെയ്യുന്നു. ഈ ബാക്ക് ഓഫ് ചെയ്യുന്ന പരിപാടിക്കാണ് ഇപ്പൊ തേപ്പ് മെയിൻ ആയിട്ട് പറയുന്നത്. അവരോട് ചോദിക്കാം. അതായത് ഇപ്പൊ രമണന്റെ കാലഘട്ടത്തിൽ ഇപ്പൊ ചന്ദ്രികയോട് ചോദിക്കുകയാണ് കാനനച്ചാലയിൽ ആടുമേയ്ക്കാൻ പോരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രിക ഞാനില്ല എന്നാ പറയണേ. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ ചോദിക്കുമ്പോ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങി വരാമെന്ന് പറയുന്ന ചന്ദ്രികമാരാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു അറ്റാച്ച്മെന്റ് പക്ഷെ ഇപ്പത്തെ ആൺകുട്ടികൾ നേരെ ഓയോ റൂമിലേക്ക് വന്നോളാനല്ലേ പറയുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം വരുന്നിട്ടില്ലേ, കാലഘട്ടത്തിന്റേതായ ഒരു വ്യത്യാസം. അതെ, രമണനോട് ചന്ദ്രയെ ചോദിക്കാണ് ഞാൻ വരട്ടെ എന്ന്. അപ്പൊ വരണ്ട, ഇപ്പൊ പാടില്ല നമ്മൾ പാടിയമർന്നൊന്നും ചെയ്തുകൂടാ എന്ന് പറയാം. എന്നിട്ട് അവസാനം അവൾക്ക് നല്ലൊരു വിവാഹ ആലോചന വന്നപ്പോൾ അവള് യാതൊരു മടിയും കൂടാതെ ഇനി രമണൻ വരണ്ടെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കോ ചന്ദ്രിക തേച്ചത്? അല്ല, ചരിത്രാതീത കാലം ഈ തേപ്പുണ്ട്. പക്ഷെ നമുക്ക് അന്ന് അറിഞ്ഞുകൂടെ ഇതിന്റെ പേര് തേപ്പ്. വാൽമീകിയുടെ രാമായണം ആദികവിയുടെ ആദികാവ്യമാണ് രാമായണം. അതില് ശ്രീരാമൻ വളരെ മനോഹരമായിട്ട് സീതയെ തേച്ചു. എല്ലാവർക്കും അറിയാം കഥ ഇല്ലേ, പറയേണ്ട കാര്യമില്ല. അപ്പൊ കൃഷ്ണന്റെ അതേ തേച്ചു എന്ന് പറയുമ്പോൾ ശേഷം എല്ലാ ഇതിഹാസ കൃതികളുടെ നോക്കിയാലും അതിലൊക്കെ ഈ തേപ്പ് വേണം. അതിലെല്ലാ പുരുഷ കഥാപാത്രങ്ങളും സ്ത്രീകളെ തേച്ചിട്ടുണ്ട്. ഈവൻ ഭരതനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെയും ലിറ്ററലി ഭാര്യമാര് തേപ്പ് കിട്ടിയവരാണ്. കാരണം അവർക്കൊന്നും പിന്നീട് ചേട്ടന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നുകൊണ്ട് അനിയന്മാർ മുഴുവൻ സ്വന്തം ലൈഫിലൊക്കെ മാറി നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ലിറ്ററലി എല്ലാ പെണ്ണുങ്ങളും അതിൽ തേപ്പ് കിട്ടിയവരാണ്. ഇതില് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞാൻ തന്നെ എഴുതി രണ്ടാം ഊഴത്തിന്റെ ഒരു ഇത് കഥകളി പോർഷന്റെ ഒരു ഇന്റർപ്രിട്ടേഷന് വേണ്ടി എഴുതിയതാണ്. ഭീമന്റെ അഗാധമായ പ്രണയം മുഴുവൻ ദ്രൗപദി ആയിരുന്നെങ്കിലും ദ്രൗപദിയുടെ ഹൃദയം മുഴുവൻ അർജുനനായിരുന്നു എന്ന്. ഇവിടെ ഭീമൻ ഹിഡുംബിയുടെ പ്രാണനായിരുന്നു ഭീമൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഹിഡുംബിയെ തേച്ചിട്ടാണ് ദ്രൗപദി സ്വന്താക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ തേപ്പ് അന്നേ ഉണ്ട്, എപ്പിക്സിലേ ഉണ്ട്. പ്രണയം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ അതില് വിരഹം ഉണ്ടാവും, വേദന ഉണ്ടാവും, സ്നേഹം കൂടുതലുണ്ടാവും, എല്ലാം നിറഞ്ഞൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ് പ്രണയം. അപ്പൊ ഈ തേപ്പ് എന്ന് പറയുന്നതും ഇതിൽ ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം
തേപ്പ് ഈസ് എ പാർട്ട് ഓഫ് പ്രണയം. ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അവർ തേക്കപ്പെടുകയോ തേക്കോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ആ തേക്കിന്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മളെ വേദനിപ്പിക്കുന്നതും ഈ താടി വളർത്തി നടക്കാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നതും അല്ലെ, വിരഹിണിയാക്കുന്നതും ഒക്കെ. അപ്പൊ അതിന്റെ പെയിൻ മറികടക്കാൻ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റും? അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുക. ഒരു കാര്യം അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് തേച്ചതെന്നോ എന്തുകൊണ്ടാണ് തേക്കപ്പെട്ടതെന്നോ ഉള്ള ഫാക്ടിനെ നമ്മൾ മനസ്സിലാക്കുക. അതിപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ പർപ്പസ്ലി ചെയ്തതാണെങ്കിൽ പ്ലാൻഡ് ആണ്, അവർക്കൊരു പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നു, ആ ബന്ധത്തിൽ ചെന്ന് പെട്ടു, ആ ബന്ധത്തിന്റെ അവരുടെ ആവശ്യം കഴിഞ്ഞു, അത് കഴിയുമ്പോൾ അവർ മനഃപൂർവ്വം മാറുകയാണ്, അല്ലെങ്കിൽ പൊരുത്തപ്പെടുന്നില്ല, നമ്മൾ തമ്മിലുള്ള വ്യൂസ് പൊരുത്തപ്പെടുന്നില്ല, നമ്മൾ തുടർന്ന് പോയാലും അലമ്പാകും എന്ന് തോന്നുന്ന സമയവും പോരുകയാണ്. രണ്ടുപേരും മ്യൂച്വലി ഓക്കെ പറഞ്ഞ് പിരിയുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു സമാധാനമാണ്. ഇനി അല്ല ഒരാളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അപ്പോഴുള്ള തേപ്പ് നമ്മൾ പറയുന്നത്. പക്ഷേ ആര് അഫക്റ്റഡ് ആകുന്നോ ആ വ്യക്തി അത് മനസ്സിലാക്കി എന്നെ ഡാമേജ് ആകാതെ ഞാൻ സേഫ് ഗാർഡ് ചെയ്യാന്നുള്ള ഒരു ഫാക്ടർ വരികയാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ തേക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല, മാനിപ്പുലേഷൻ ആണ് നടക്കുന്നത്. അത് ഇപ്പോഴത്തെ ബോയ്സ്, ജെൻസി ബോയ്സ് കൂടുതൽ ചെയ്യുന്നത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് അവസാനം നമ്മളെ കൊണ്ട് നമ്മൾ അവസാനം പൊട്ടിത്തെറിച്ച് നിന്നെ എനിക്ക് വേണ്ടടാന്ന് പറയുമ്പോ ഇത് രണ്ടു വഴിക്കായി അവര് എസ്കേപ്പ് ആവാണ്. പക്ഷെ പിന്നെയും ട്രോമയിലായി പോകുന്നത് എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല, ലാസ്റ്റ് പേര് വരുന്നത് പെൺകുട്ടികൾക്കാണ്. അങ്ങനെയല്ലേ ജെൻസി കിഡ്സിന്റെ മാനിപ്പുലേറ്റ് ചെയ്ത് അവര് തന്നെ നമ്മളെ കൊണ്ട് വേണ്ടാന്ന് വെപ്പിക്കും. ലാസ്റ്റ് പെൺകുട്ടികൾ തന്നെ വെട്ടുമ്പോൾ അവർ തന്നെ ഒരുപാട് തിരിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് എല്ലാവർക്കും നമ്മുടെ ഇഷ്ടങ്ങളുണ്ട് ലൈഫിൽ. നമുക്ക് എവിടെ വെച്ചാണ് ആ പോയിന്റിൽ വേണ്ടാന്ന് തോന്നുന്നു ആ നിർത്തുന്നതിന് തെപ്പ് എന്നൊരു പോയിന്റിലോട്ട് മാത്രം കൊണ്ടുവരാണ്ട് അത് നല്ലതും ഉണ്ടാവും ചീത്തയും ഉണ്ടാവും. നിങ്ങൾ പെൺകുട്ടികളെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണോ? അത് എനിക്ക് വേണ്ട എത്തിയിട്ടുണ്ട്. ഉറപ്പായിട്ട് എല്ലാവരും അങ്ങനെ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് വേണ്ടാത്തതാണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളവിടെ വെച്ചിരുത്തുക. നമ്മളെ വേണ്ടാന്ന് ഒരാൾ വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് അവിടെ വെച്ചത്. നമ്മളുടെ ഒരു ജനറേഷനിൽ ഇത് പറ്റുമായിരുന്നോ? നമ്മുടെ ജനറേഷൻ ഇങ്ങനെ ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാല് ഇവിടെ ഞാൻ കണ്ടിരിക്കുന്നത് ഇതൊന്നും യാഥാർത്ഥ്യ പ്രണയങ്ങളല്ല. പണ്ടൊക്കെ ഒരു 15-16 വയസ്സിലൊക്കെയാണ് ഇൻഫാക്ച്വേഷൻസ്. അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ കോളേജുകളിലൊക്കെ കുറച്ചും കൂടെ പ്രണയം തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാം ഇൻഫാക്ച്വേഷൻസ് ആണ്. അവിടെ പ്രണയം എന്നുള്ള എലമെന്റ് ഇല്ല, അത് കാണാനേ ഇല്ല. കാരണം ഇപ്പോ ഉള്ളത് മിക്കതും ലസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ലസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം കോളേജുകളിൽ നമ്മൾ ഇത് ഡെയിലി കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണിത്. നമ്മൾ രണ്ട് കുട്ടികളെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇതും കൂടെ. അപ്പോൾ അവിടെ അതാണ് മീഡിയയുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ വരുന്നുണ്ട്. നമ്മുടെ ഒരു പ്രായത്തിൽ കടന്നു പോയിരുന്ന കാര്യങ്ങളിലൂടെ അല്ല ഇവരിപ്പോ കടന്നു പോകുന്നത്. അപ്പൊ അവിടെ ഇൻഫാക്ച്വേഷൻ ഇല്ല. പിന്നെ ഒരിക്കലും ആൺപിള്ളേരല്ല ഭംഗിയായി തേക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പെൺപിള്ളേരാണ് മനോഹരമായി ആ ആൺകുട്ടി പോലും അറിയാതെ തേച്ചിട്ട് പോകുന്നത്. രണ്ടുപേർക്കും പറ്റുന്നുണ്ടെന്ന് തോന്നി ഈ കാലഘട്ടത്തില്. പിന്നെ ഈ പറഞ്ഞ പോലെ പണ്ട് പെൺകുട്ടികളെല്ലാം സഹിക്കണം, ക്ഷമിക്കണം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഇന്ന് അതിന്റെ ആവശ്യമില്ല. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. അവൾക്ക് അവളുടേതായ ചോയ്സ് ഉണ്ട് അല്ലെ, നമുക്ക് നമ്മുടേതായ ചോയ്സ് ഉണ്ട്. നമുക്ക് മൂവ് ഓൺ ചെയ്യാം. നമ്മൾ എന്തിനാണ് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്? ഒരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പണ്ടും ഈ മാനിപ്പുലേഷനും ലസ്റ്റിന് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പുകളും ചതിയും എല്ലാം ഉണ്ട്. പിന്നെ ഇത്രയും ഗ്ലോറിഫൈഡ് ഇത്രയും ഗ്ലോറിഫൈഡ് ആക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പണ്ടത്തെ ഇപ്പോഴത്തെയും റിലേഷൻഷിപ്പുകളിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ പണ്ടൊരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ബാത്റൂമിനകത്ത് കയറി കരയാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. വീട്ടുകാർ പോലും അറിയാൻ പാടില്ല. ആൺകുട്ടിക്ക് പക്ഷെ താടി വളർത്താം, കടപ്പുറത്ത് പോയി കിടക്കാം, ഫ്രണ്ട്സ് അതിൻ്റെ കൂടെ. ഇപ്പോഴത്തെ അത്രയും കുപ്പി പൊട്ടിക്കൽ അന്നില്ലെങ്കിലും സഹതപിക്കാനും അവനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരും. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞാൽ ഫുൾ ഫാമിലി അവനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവളെ കുത്തിക്കൊണ്ടിരിക്കും. നീ ഒരു ബന്ധത്തിൽ ചെന്ന് പെട്ടതല്ലേ എന്നുള്ള ആ ഒരു കുത്തലുണ്ടായിരിക്കും. പിന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം, റിലേഷൻഷിപ്പിൽ ഇപ്പം നമ്മൾ പെൺകുട്ടികൾ ചൂസി ആവുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ചൂസി ആവുന്നത് എന്താ വെച്ചാൽ നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്നിടത്ത് നമ്മളത് നിർത്തും. ഈ തേപ്പ് ഏറ്റവും ബാഡ് ആവുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ നാട്ടിൽ പെൺപിള്ളേർക്ക് ഒരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ അവരത് ശരിയാവില്ല എന്ന്, ചിലപ്പോൾ ടോക്സിക് നേച്ചറുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിക് ബിഹേവിയറുള്ള ഒരു ചെറുക്കനൊക്കെ ആണെങ്കിൽ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പെൺകുട്ടികൾ ബാക്ക് ഓഫ് ചെയ്യും. അവൻ പുറകെ ആസിഡും കൊണ്ടുവരുന്നതും അതൊക്കെ. ഈ ആസിഡ് അറ്റാക്സ് ഒക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ
ഇപ്പോഴാണ് ഇത് ഇങ്ങനെ കുത്തിക്കൊല്ലുക, വെടിവെച്ച് കൊല്ലുക മറ്റേ ആളെ. അപ്പം അത് മനസ്സിലാക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, പെൺകുട്ടികൾ കുറച്ചും കൂടി ഈ കാര്യത്തിൽ ശരിക്കും ഒരു മോഡേണായി ചിന്തിക്കാൻ തുടങ്ങി. അതായത് എൻ്റെ ലൈഫാണ്, ഈ ഒരാളെ എനിക്ക് പറ്റില്ലെങ്കിൽ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു റിലേഷൻഷിപ്പ്, ഒരു മാരേജ് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് നടക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ പിന്തിരിയുന്നു. പക്ഷെ ആൺകുട്ടികൾ ഇപ്പോഴും അമ്മമാരുടെ ഈ പാമ്പേർഡ് ബോയ് ആണ്. അവർക്കൊരു ചെറിയ ഒരു നോ പറയുന്നത് പോലും സഹിക്കാൻ പറ്റില്ല. അതോടെ അവർ ഇമോഷണലി തകരുന്നു. ഇമോഷണലി തകർന്നാൽ മറ്റേ തകർക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയും ചിലപ്പം ഇൻസ്റ്റയിലൊക്കെ പല കുട്ടികളുടെയും വീഡിയോസ് ഇടുക അങ്ങനെയൊക്കെ. പണ്ടൊക്കെ ദൂരെ ദൂരെ ഒരു കണ്ണും നോക്കുമ്പോഴാണ് പ്രണയം എന്ന് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ജനറേഷനിൽ വന്നപ്പോഴേക്കും അത് അടുത്തടുത്തായി തുടങ്ങി, കത്ത് കൊടുക്കും അങ്ങനെയൊക്കെ. അതിൻ്റെ അടുത്ത ജനറേഷൻ വന്നപ്പോഴേക്കും ഒരു 90s ലാസ്റ്റിലൊക്കെ എത്തിയപ്പോഴേക്കും നമ്മൾ പ്രിയം ഒക്കെ സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് അത് ഒരു ഫ്രണ്ട്ഷിപ്പ്, എടാവോട ബെസ്റ്റി റിലേഷൻഷിപ്പിലേക്ക് മാറി. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ തോളത്ത് കൈയിടുന്നതോ അല്ലെങ്കിൽ ഒരുമിച്ച് നടക്കുന്നതോ ഒരു ബൈക്കിൽ യാത്ര ചെയ്യണോ അതൊന്നും ഒരു വലിയ പ്രശ്നമല്ലാതായി. ഇപ്പോൾ ഗ്രാജ്വലി മാറി. വേണമെങ്കിൽ റോഡ് സൈഡിൽ ഇപ്പോൾ ഇവിടെയൊക്കെ നിന്ന് പലപ്പോഴും രാത്രി എടപ്പള്ളി കൂടെയൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ നമ്മൾ ഫ്രാഞ്ചൈസും ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. പണ്ടൊക്കെ ദൂരെ ദൂരെ ഒരു കണ്ണും നോക്കുമ്പോഴാണ് പ്രണയം എന്ന് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ജനറേഷനിൽ വന്നപ്പോഴേക്കും അത് അടുത്തടുത്തായി തുടങ്ങി, കത്ത് കൊടുക്കും അങ്ങനെയൊക്കെ. അതിൻ്റെ അടുത്ത ജനറേഷൻ വന്നപ്പോഴേക്കും ഒരു 90s ലാസ്റ്റിലൊക്കെ എത്തിയപ്പോഴേക്കും നമ്മൾ പ്രിയം ഒക്കെ സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് അത് ഒരു ഫ്രണ്ട്ഷിപ്പ്, എടാവോട ബെസ്റ്റി റിലേഷൻഷിപ്പിലേക്ക് മാറി. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ തോളത്ത് കൈയിടുന്നതോ അല്ലെങ്കിൽ ഒരുമിച്ച് നടക്കുന്നതോ ഒരു ബൈക്കിൽ യാത്ര ചെയ്യണോ അതൊന്നും ഒരു വലിയ പ്രശ്നമല്ലാതായി. ഇപ്പോൾ ഗ്രാജ്വലി മാറി. വേണമെങ്കിൽ റോഡ് സൈഡിൽ ഇപ്പോൾ ഇവിടെയൊക്കെ നിന്ന് പലപ്പോഴും രാത്രി എടപ്പള്ളി കൂടെയൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ നമ്മൾ ഫ്രാഞ്ചൈസും ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ പ്രണയമാണോ എന്ന് ചോദിച്ചാൽ പഴയത് മാത്രമേ നല്ല പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പഴയതൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അന്നത്തെ ഒരു കൾച്ചറൽ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം അതനുസരിച്ച് മാറിയിട്ടുണ്ട്. ഇപ്പോഴും ശരിക്കും യാഥാർത്ഥ്യത്തിൽ പ്രേമിക്കുന്ന ആൾക്കാർ മറ്റേ ആൾക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാവുന്ന റിലേഷൻഷിപ്പുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അത് കുറച്ചും കൂടെ അങ്ങനെ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പെണ്ണ് ഒരു ചെറുക്കനെ കല്യാണം കഴിക്കണം വെച്ചാൽ അവളുടെ ജോലി രാജിവെക്കണം എന്ന് പറഞ്ഞാൽ 2 കണ്ണും പൂട്ടിയിട്ട് ജോലി രാജിവെക്കും, കാരണം അവനെ കെട്ടുക എന്നുള്ളതാണ്. ഇപ്പം അങ്ങനത്തെ ചോയ്സുകളൊന്നും പെൺകുട്ടികൾ എടുക്കില്ല. അവർ കുറച്ചും കൂടെ ലൈഫിനെ കുറിച്ച് കുറച്ചും കൂടെ പ്ലാൻഡ് ആണ്. പ്രാക്ടിക്കലി കുറച്ചും കൂടെ ലൈഫ് എങ്ങനെ പോകണം എന്നതിനെ കുറിച്ചൊക്കെ അവർ കുറച്ചും കൂടെ പ്ലാൻഡ് ആണ്. പെൺകുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം കയ്യിൽ നിന്ന് പോയ പിള്ളേരുടെ കാര്യമല്ല ഞാൻ പറയണേ, ഒരു നോർമലായിട്ടൊക്കെ പഠിച്ച് പോണ കുട്ടികൾക്കൊക്കെ അവരുടെ ലൈഫിനെ കുറിച്ച് ഏകദേശം അങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതിനിടയ്ക്ക് റിലേഷൻഷിപ്പുകളൊക്കെ അവരൊരു കുറച്ചൊക്കെ ടൈം പാസ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് വേണം. അതോടൊപ്പം തന്നെ ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പെട്ടെന്ന് കല്യാണം കഴിച്ച് പോകുന്ന, പ്രേമത്തിലായി 18-19 വയസ്സുള്ള അത് വീട്ടുകാർ സമ്മതിക്കില്ല. സംസാരിക്കുന്ന കേൾക്കുമ്പോ തന്നെ മനസ്സിലാവില്ല, എന്റെ ബോധത്തിന്റെ നല്ല ആൾരൂപമായിട്ടാണ് തോന്നുന്നത്. ഒരുമിച്ച് പോകുന്ന എന്റെ വീട്ടിൽ അമ്മ പണിയെടുക്കാൻ വഴക്ക് പറയും, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്ന കുട്ടികളോട് നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ആൺകുട്ടികൾക്ക് പൊതുവെ എല്ലാം ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ എല്ലാം എന്ത് വാശി പിടിച്ചാലും അത് നേടിക്കൊടുക്കുന്ന പേരൻസും കൂടെയാണ്. അപ്പൊ എന്നിട്ടെന്ന് വെച്ചാൽ ഇവരെല്ലാം ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടി വരുന്നതാണ്. അവർക്ക് അവിടെ റിജക്ഷൻ വരുന്നില്ല. ഒരു പെൺകുട്ടി അവനെ റിജക്ട് ചെയ്തു എന്ന് പറയുമ്പോ ഉൾക്കൊള്ളാൻ വലിയ പാടാണ്. അപ്പൊ അവള് മോശക്കാരിയാവും. എന്നാൽ തിരിച്ച് ആ പെൺകുട്ടി ആൺകുട്ടിയെ കുറിച്ച് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ആർക്കും ഒരു കുഴപ്പമില്ല. അത് അവർക്ക് കുറച്ചും കൂടി ഒരു പൊൻതൂവൽ ഈ സ്വകാര്യമായ വീഡിയോസും അതും ഇതൊക്കെ പുറത്തുവിടുന്ന ഒരു ടെൻഡൻസി ഇപ്പൊ കൂടുന്നുണ്ട്. മേ ബി ഈ മൊബൈലിന്റെയും ഇതിന്റെ ഒക്കെ കൂടുതൽ അതിപ്രസരം കാരണമായിരിക്കാം. എല്ലാവരും ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നല്ലേ. ഒരാളോട് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വീഡിയോ സ്വകാര്യമായ ഒരു വീഡിയോ പുറത്തു വിട്ടാൽ ആൺകുട്ടിക്ക് ഇപ്പോഴും ദോഷമില്ല, പെൺകുട്ടിക്ക് മാത്രമേ ദോഷമുള്ളൂ. അതായത് എനിക്ക് കിട്ടാത്തത് വേറൊരാൾക്കും കിട്ടാൻ പാടില്ല, അത് മാക്സിമം ഡാമേജ് ചെയ്തെടുക്കുക, അതാണ് ആറ്റിറ്റ്യൂഡ് അവിടെ. അല്ലെങ്കിൽ ഒരിക്കലും വന്നിട്ട് ഞാൻ ഏതെങ്കിലും ഒരു കടുകടയെങ്കിലും ആ വ്യക്തിയെ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ അവരെ നശിപ്പിക്കാൻ ശ്രമിക്കില്ല. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ വീഡിയോ, കൂടുതലും പെൺകുട്ടികളുടെ ആണല്ലോ കാണാൻ പലർക്കും താല്പര്യം. ഒരാണിന്റെ വീഡിയോ അങ്ങനെ പറയുന്ന നമ്മളൊരു വീഡിയോ കാണുന്നതിന് അധികം ഇൻട്രസ്റ്റ് കാണിക്കില്ല. അപ്പോൾ ആ പെൺകുട്ടിയുടെ വീഡിയോ ഇത്രയും പേര് കാണുമ്പം ആ കുട്ടിയുടെ ജീവിതം ഇനി നശിപ്പിച്ച് അവൾ ഒരു കാലത്തും ഇനി എവിടെയും കരകയറരുത് എന്നുള്ള രീതിയിൽ ആ ഇമേജ് സ്പോയിൽ ചെയ്യുക എന്ന് പറയുന്നത് സാഡിസ്റ്റിക് പ്ലഷർ. അല്ലാതെ ആ പെൺകുട്ടിയുടെ മാത്രല്ല, ഇത് പുറത്തു വിടുന്ന അയാളുടെ ജീവിതം കൂടെ നശിക്കാൻ അയാൾ അവിടെ ചിന്തിക്കുന്നില്ല. ആ പോയിന്റ് അവിടെ വരുന്നില്ല. ഇതെല്ലാം ആങ്കർ ഇഷ്യൂ, ദേഷ്യം, അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്തത് അവൾ നശിക്കണം എന്നുള്ള ഒരൊറ്റ ഇതിലാണ്.
ഈ പറയുന്ന പോലെ പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സ്വന്താക്കുക മാത്രല്ല എന്നുള്ള ഒരു ഐഡിയയാണ് അവരെ കൊടുക്കേണ്ടത്. എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്ന കാണുന്നതും പ്രണയം തന്നെയാണ്. ഒരിക്കലും എല്ലാം എന്റെ ആക്കിയിട്ട് എന്റെ ഇതിലേക്ക് ആക്കുമ്പോ അവിടെ പിന്നെ ഒരു കല്യാണം കഴിഞ്ഞാൽ പിന്നെ പ്രണയത്തിന് അവിടെയാണ് ഈ പ്രശ്നം. എല്ലാം തേച്ചിട്ട് പോയി എന്നുള്ളൊരു ചിന്ത വന്നു കഴിയുമ്പോ ടോട്ടൽ ഡിസ്ട്രക്ഷൻ ആണ്. പിന്നെ അയാൾ ജീവിക്കരുത് എന്നുള്ളൊരു അല്ലേ പുതിയത് ഇറങ്ങിയാണല്ലോ കട്ടപ്പനയിലെ ഋതിക് റോഷന്റെ സിനിമയില് ആണ് ആദ്യമായിട്ട് വാക്ക് വന്നത്. പണ്ടേ ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ആദ്യം രാമായണം. ഇനി ഇങ്ങോട്ട് കിടന്നു ശാകുന്തളം. അതില് ദുഷ്യന്തൻ ശകുന്തള അതെ. അതുപോലെ ദുഷ്യന്തന് പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. കവി കാളിദാസൻ അന്ന് പറഞ്ഞ കാളിദാസനല്ല, ഈ സംസ്കൃത കവികള് പറഞ്ഞിട്ടുള്ളത് എപ്പോഴും ധീരോദാത്തനും അതിപ്രതാപവാനും വിഖ്യാതവംശനും ധരാബാലും ഒക്കെ ആയിരിക്കണമെന്നാണ്. അപ്പോൾ രാജാവ് അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ട് രാജാവിന് കുറ്റം ചാർത്താതിരിക്കാൻ വേണ്ടി എപ്പോഴും നോക്കിയ സാഹിത്യ ഈ അടുത്ത ഏറ്റവും നല്ല സ്ത്രീയും പുരുഷനും മത്സരിച്ച് പിന്നെ തേക്കുന്ന ഒരു സിനിമ ആണ് പൊന്മുട്ടയിടുന്ന താറാവ്. അതിന്റെ 10 മാല വേണമെന്ന് പറഞ്ഞിട്ട് തട്ടാനെ കൊണ്ട് ഇടിച്ചിട്ട് അവള് പിന്നെ ശ്രീനിവാസനും സ്വർണത്തിന്റെ തേപ്പ് പണ്ടേ ഉണ്ട്. ഇപ്പോഴത് ഓരോ കാലഘട്ടത്തിൽ ഓരോ മോഡലിൽ വന്നേ ഉള്ളൂ. സാർവത്രികമായി തേപ്പ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉടനെ ഓർമ്മ വരുന്നത് തുണി തേക്കുന്നത്. തുണിയുടെ ചുളിവ് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ. പക്ഷെ പണ്ടത്തെ പോലെ ഇപ്പൊ ആരും വന്നിട്ട് ഒരാൾ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാതിരിക്കുവോ അല്ലെങ്കിൽ അത്രയും നശിപ്പിക്കലൊന്നും ഇല്ല. ഒത്തിരിയും പ്രാക്ടിക്കലി ചിന്തിച്ചു തുടങ്ങിയ ആൾക്കാർ. സമയം എടുക്കും. നമ്മൾ ഭയങ്കരമായിട്ട് ഒരാളെ സ്നേഹിച്ച് അയാൾ നമ്മളെ തേച്ചിട്ട് പോയി ആ ഒരു പെയിൻ ഉണ്ടല്ലോ, അതിന് നമ്മൾ റിക്കവർ ആകാൻ ഈ പറഞ്ഞ അക്സെപ്റ്റൻസിന്റെ ഡ്യൂറേഷൻ തന്നെ ഞാൻ എപ്പം അതിനെ പ്രാക്ടിക്കലി കാണുന്നു. അതായത് ഇന്നതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഇവിടെ കിടന്ന് നശിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ ജീവിതം പോക്കാണ് എന്ന് ഞാൻ ചിന്തിച്ചാൽ ആ മൊമെന്റിൽ നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാം. ആ എടുക്കുന്ന സമയമാണ്. നമ്മുടെ പേഴ്സണാലിറ്റിയും അതിനെ ബാധിക്കും. നമ്മളൊരു എങ്ങനത്തെ ഒരു നേച്ചറുള്ള ഒരു ഇമ്പൾസീവ് നേച്ചർ എന്താണോ അല്ലെങ്കിൽ നമ്മളൊരു പ്രീമോബിൾ പേഴ്സണാലിറ്റി എന്താണോ അതനുസരിച്ച് നമ്മൾ ഈ വിഷയങ്ങൾ ചിലരെങ്ങനെ വെച്ചാൽ ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം എന്നുള്ള ഒരാളായിരിക്കും. എങ്കിൽ പിന്നെ അടുത്തേലും നോക്കാം, ഇതെന്തായാലും ക്ലിക്ക് ആയില്ല. ചിലര് മറക്കുക എന്നല്ല ഇത് പറയുന്നത്, അവർ ആ അവസ്ഥയിൽ നിന്ന് മാറും. ഈ വ്യക്തിയൊക്കെ അവിടെ തന്നെ മനസ്സിൽ ചിലപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ അവനവന്റെ മാത്രമുള്ള എക്സ്പീരിയൻസ് അതെ മാറും. ആൻഡ് അടുത്തൊരു ടൈപ്പ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തായാലും ഞാൻ ചെറുപ്പം തൊട്ട് വിചാരിച്ച കാര്യം നേടിയെടുക്കുന്ന ടൈപ്പാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. അവർ പുറത്തു വരാൻ പറ്റില്ല എന്ന് മാത്രമല്ല, മറ്റേ ഇപ്പൊ ചിലതൊക്കെ എങ്ങനെയാ വെച്ചാൽ മറ്റേ കല്യാണം കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും, അവരുടെ സ്പൗസിനെ പോയി കാണുക, എന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു സ്റ്റോക്കിംഗ് കണ്ടിന്യൂ ചെയ്യുക, അവരുടെ വീട്ടിൽ പിന്നെ വിളിച്ചിട്ട് പിന്നെ പലതരത്തിലും ആത്മഹത്യാ ഭീഷണി, ചിലപ്പോൾ ഞരമ്പ് മുറിച്ച് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുക, ഇങ്ങനത്തെ എല്ലാ ഗിമിക്സും ചെയ്യും. അത് അവരുടെ പ്രണയം കൊണ്ടല്ല, ഒരു കാര്യം അവർ വിചാരിച്ചു അത് അവർക്ക് കിട്ടണം എന്നുള്ള അവരുടെ വാശിയുള്ള അവരുടെ നേച്ചർ ഉണ്ടല്ലോ, അവരുടെ സ്വഭാവം, അതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. അത് പ്രണയം എന്ന് പറയുന്ന തേപ്പിന്റെ. അപ്പൊ നമ്മൾ പറയും അയ്യോ പാവം ചെക്കൻ, ആ പെങ്കുച്ച് തേച്ചിട്ട് പോയപ്പോ കയ്യിലെ ഞരമ്പ് മുറിച്ചു. ഇതൊന്നും ചെയ്തില്ലെങ്കിലും അവന് വണ്ടി ആരെങ്കിലും കട്ടോണ്ട് പോലും ഇതന്നെ അവൻ ചെയ്യും. അല്ലാതെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മൂലം നമ്മൾ തോറ്റു കഴിഞ്ഞാൽ മോശക്കാരാണെന്ന് അല്ലെ, ഒരു പരീക്ഷയ്ക്ക് തോറ്റാലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും തോൽവി എന്ന് പറഞ്ഞൊരു സാധനത്തിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ സമൂഹത്തിൽ പഠിക്കുന്നില്ല. അതിന്റെ കൂടെ ഒരു പെണ്ണിൽ നിന്ന് എനിക്കൊരു തോൽവി വന്നു അല്ലെങ്കിൽ പെണ്ണ് തേച്ചു എന്നൊക്കെ പറയുമ്പോ അത് കുറച്ചുകൂടി ഏറ്റവും വലിയ പ്രോബ്ലം ആണ്. ഇനി പുതിയൊരു ടേം ഉണ്ട്, ബെസ്റ്റി. ബെസ്റ്റീസ് ആണ് കുടുംബം കളിക്കാനല്ലേ, ബെസ്റ്റി ഹാഫ് ഗേൾഫ്രണ്ട് അല്ലേ, ഇവരാണ് ഇതിന്റെ ഇടയില്. ഇവര് ഫ്രണ്ടിന്റെ മുകളിലും കാമുകന്റെ താഴെ. അതാണ് അതിന്റെ മിഡിൽ ലെവൽ. എങ്ങോട്ട് വേണമെങ്കിലും വണ്ടി തിരിക്കാം. ബെസ്റ്റ് കൊണ്ടൊരു ഗുണമുണ്ട്. ഇപ്പൊ വലിയ തേപ്പ് കുറച്ച് അതിന്റെ ഒരു ആഘാതം കുറച്ച് കുറയും. കാരണം ഇപ്പോഴത്തെ ബെസ്റ്റ് ഇമോഷൻസ് ഒക്കെ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് പോയാലും നമുക്കൊരു ഷോൾഡർ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അങ്ങനെയൊക്കെ നല്ലതാണ്. പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരങ്ങളും ഒക്കെ നമ്മൾ തന്നെ, നമുക്ക് ഒരാളോടും പറയാൻ പറ്റത്തില്ല അല്ലെ. ഓരോ ആൾക്കാരും അവരവരുടെ ഉള്ളിൽ തന്നെ ഇതെല്ലാം ഇങ്ങനെ അങ്ങനെ ആയത് തന്നെയാണ് ഇപ്പം FB-ലൊക്കെ, പ്രത്യേകിച്ച് ഇൻസ്റ്റയിൽ ഞാൻ പറയുന്നില്ല, 35-40 വയസ്സ് കഴിയുമ്പോഴേക്കും ഓരോരുത്തർ വന്ന് ഇങ്ങനെ ഇൻബോക്സിൽ ഒഴുകുന്നതിന്റെ ടീനേജിൽ ഇത് ചെയ്യേണ്ടിരുന്ന സമയത്ത് കയറിട്ട് കെട്ടി പൂട്ടിയിട്ട് 14 കിണർ
ഇപ്പൊ അവർക്കും അതിനുള്ള സ്പേസ് കിട്ടി. അവരുടെ കയ്യിലും ഫോണുണ്ട്, അവർക്കും ഇൻസ്റ്റ ചേച്ചിക്ക് 3 നേരം വരണുണ്ടോ എനിക്ക് മെസ്സേജ്? ഇഷ്ടം ചായ പോലെ കുടിച്ചോ? വരാറുണ്ട്. ചോറുണ്ടോ? സത്യം ഉറങ്ങിയില്ലേ? സഹിക്കാൻ മേലാത്തത് രാത്രി 12 മണിക്ക് എന്താ ഓൺലൈനില് എന്താ പച്ചലായിട്ട് റീൽസ് ചെയ്യുമ്പോ അതില് ചില കമന്റ്സ് ആണ്, അല്ല കമന്റ്സ് അല്ല, DM വന്ന് ചോദിക്കും ഒരു മൂക്കൂത്തി ഇട്ടൂടെ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രണയങ്ങളുടെ തിരിച്ച് വാങ്ങി തന്നൂടെ ഒന്ന് ഇതിലെ reply ചെയ്യോ? കോമഡി അതോടെ എന്താ അറിയോ? നിൽക്കും. ഇതിലെ കോമഡി എന്താ അറിയോ? ഇവര് 15 വയസ്സിൽ ഏതെങ്കിലും പെൺകുട്ടിയുടെ അടുത്ത് സംസാരിച്ചിരുന്ന അതേ ലൈനിലാണ് ഇവരിപ്പോൾ സംസാരിക്കുക. ഇവർ പറയുന്ന ആളും ഇതൊക്കെ പ്രായം കഴിഞ്ഞ് വന്നു. നമ്മൾ ഇന്നത്തെ വേൾഡിലാണ് ജീവിക്കുന്ന, അവർക്ക് അറിയില്ല. ഒരുമാതിരി പൊട്ടം കളിക്കുന്ന പോലെ നമ്മുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ഇതിലും വലിയൊരു ഇഷ്യൂ ആണ് ഇപ്പോഴത്തെ റീയൂണിയൻസ്. അവിടെ വാട്സാപ്പ് ഗ്രൂപ്പുകള്, കുടുംബം കലക്കി ഗ്രൂപ്പുകൾ ഞങ്ങൾ വിളിക്കാറുള്ളത്. പിന്നെ അപ്പൊ ഭർത്താവിനെ തേക്കാൻ, കാരണം വീണ്ടും റീയൂണിയൻ സാധ്യമാവുന്നു വാട്സാപ്പിൽ. ഭാര്യമാരെയും തേക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ അറിയാം, നമ്മുടെയൊക്കെ സ്കൂൾ കോളേജ് എവിടെ നിന്നൊന്നും പറയുന്നില്ല, കാരണം അവരിത് കാണുകയാണെങ്കിൽ അടിപൊളി വാങ്ങിക്കും ഞാൻ വീട്ടിൽ പോയാൽ. അപ്പൊ അങ്ങനെയുള്ളടത്ത് മുമ്പ് 15 വയസ്സിൽ പ്രേമിച്ചിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ 16 വയസ്സിൽ, പക്ഷെ അവർ ഒരേ പ്രായമായതുകൊണ്ട് പെൺകുട്ടി, അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വളരെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടും. അപ്പോൾ പെൺകുട്ടി 16 വയസ്സിലെ കല്യാണം കഴിച്ചു പോയി, ചെറുക്കന് വെറും 16 ഉള്ളൂ. പിന്നെ അവൻ പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങിച്ച് വേറെ അവന്റെ പ്രായത്തിന് പറ്റിയ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അപ്പോഴാണ് നമ്മൾ സ്കൂൾ ആലുമിനി ഗ്രൂപ്പൊക്കെ തുടങ്ങിയത്. ഇവര് വീണ്ടും, കാരണം ഇവര് ബ്രേക്കപ്പ് ആയതല്ല, വേറെ നിവൃത്തിയില്ലാത്തോണ്ട് സെപ്പറേറ്റഡ് നടന്നില്ല. അപ്പൊ അവര് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തോളൊക്കെ കൊടുത്ത് എങ്ങോട്ട് വേണമെങ്കിലും ചായാം. ചില ഭയങ്കര ധീരന്മാരായ ആൾക്കാർ എനിക്ക് എന്റെ പഴയ കാമുകിയുടെ കൂടെ പോകണം എന്ന് പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്. ഇതിലിപ്പോ ഈ പാരന്റ്സിന്റെ റോൾ എങ്ങനെയാ വരുന്നത്? ഇപ്പൊ നിന്നെ ആരെങ്കിലും തേച്ചാലോ അല്ലെങ്കിൽ ആ പെയിൻ പാരന്റ്സിനോട് തുറന്നു പറയാൻ തയ്യാറാവും? വളരെ കുറവായിരിക്കും സൊസൈറ്റിയിൽ. അല്ല, ഈ ടൈപ്പ് ഞങ്ങളുടെ ടൈപ്പ് ജനറേഷനിൽ ആരും പറയില്ല. കൂടുതൽ പിന്നെ ഫ്രണ്ട്സിനോടായിരിക്കും പറയാം. അത് പറയുന്നത് കൈൻഡ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. അല്ലെങ്കിൽ പെയിൻ താങ്ങാൻ പറ്റാതാവുമ്പോ നമ്മൾ പാരന്റ്സിനോട് പറയുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുമോ, എന്നെ ഒന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുപോകും, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ റിക്കവർ ഇരിക്കാം. രണ്ട് സിറ്റുവേഷൻസ്. പാരന്റ്സ് എങ്ങനെയാണ് നമ്മളെ മുകളിൽ കൊണ്ടുവരുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെ അതെ, എന്റെ കാര്യത്തിൽ കൂടുതലും അത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പോയി ഒരു പടി പോയിട്ടുണ്ടാവും. ഇവർ ഇതിൽ നിന്ന് ഒരു എസ്കേപ്പിസമായിട്ടോ ഡ്രഗ്സിലോട്ടോ ആൽക്കഹോളിലോ എല്ലാം പോയി കഴിയുമ്പോൾ ട്രീറ്റ്മെന്റിന് ഉടനെ വീട്ടുകാർ, അപ്പോഴത്തേക്ക് ഇവർ അറിയുമല്ലോ കുട്ടിയുടെ ബിഹേവിയറിൽ വ്യത്യാസമൊക്കെ വന്നിട്ട്. അതിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നും വ്യത്യാസമില്ല, ഒക്കെ കണക്കാണ്. ആ ഒരു ജെൻഡർ ഒന്നും നമ്മളോട് നോക്കേണ്ട കാര്യമില്ല. പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ കരുതിയിരുന്നത് ഇതൊക്കെ ആൺകുട്ടികൾ യൂസ് ചെയ്യുന്നു ഡിപ്രഷൻ മൂത്തിട്ടൊന്നും. ഇപ്പൊ ഒന്നുമില്ല. അവർക്ക് പറയാ പോയി കൗൺസിലിന്റെ സമയത്ത്, അതായത് എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ ഞാൻ അയാളോട്ട് ഫിസിക്കൽ റിലേഷനിലായി പോയി, എല്ലാം തുറന്നു പറയുമല്ലോ. ഇന്നതൊക്കെ സംഭവിച്ചു. ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഇതില് ടോയ്ലറ്റിൽ നിന്ന് ഭയങ്കരമായ ശബ്ദം കേൾക്കുകയാണ്. അപ്പൊ ഞാനിത് എന്താന്ന് വെച്ചോക്കുമ്പോൾ ഒരു കുട്ടിക്ക് പാനിക് അറ്റാക്ക് വരികയാണ്. പാനിക് അറ്റാക്ക് ലിറ്ററലി ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഭീകരമായ പാനിക് അറ്റാക്ക് കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഹോസ്പിറ്റലിൽ പോകണമെന്ന്, ഇല്ല നോർമൽ ആയിക്കോളും എന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് അവൾക്കൊരു തേപ്പ് കിട്ടി. ഈ തേപ്പിന്റെ ആഘാതം, അതായത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷെ അവന് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഫിസിക്കൽ, ഈ 19-20 വയസ്സുള്ള കുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത്, തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവൻ എന്നെ തേച്ചു. ഇപ്പൊ അവന്റെ ഫ്രണ്ട്സ് ആയിരുന്നു എന്റെ ഫ്രണ്ട്സ്, ഇപ്പൊ എനിക്ക് ഫ്രണ്ട്സും ഇല്ല. അവൻ ഇവരെയൊക്കെ എതിരാക്കി. ഈ കുട്ടിക്ക് ഈ ഷോക്ക് ഉണ്ടായതാണ്. ലാസ്റ്റ് ഈ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് എൻ്റെ ഒരു ഫ്രണ്ട് സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടേയാക്കി. ഇപ്പൊ കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഇങ്ങനെയുള്ള ഡീപ്പായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. അവിടെ തേച്ചത് മാത്രമല്ല ഇഷ്യൂ, ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ പോകുന്നു. നമ്മൾ റിലൈ ചെയ്യുന്ന എവിടെയാണ്? എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്താണ്. പക്ഷെ ഈ ഒരേ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ആണെങ്കിൽ അവിടെ ഈ പ്രോബ്ലം വരും, അവിടെ ഈ ഒറ്റപ്പെടുമ്പോ പിന്നെ അത് ഈ പ്രണയം വരുമ്പോൾ ഒരു പ്രശ്നം നമ്മൾ ഫുള്ളി അയാൾക്ക് നമ്മളെ കൊടുക്കാണ്. നമ്മളുടെ സർക്കിളൊക്കെ നമ്മളങ്ങ് മാറ്റി. ഗേൾസിനുള്ള ഒരു പ്രശ്നം അതാണ്, അവർ അവരുടെ ഫ്രണ്ട് സർക്കിളിനെ അങ്ങ് മാറ്റി ഫുള്ളി ചെറുക്കിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ അവന്റെ ഫ്രണ്ട്സ് ആയിരിക്കും ഇവളുടെ. അവസാനം ഇവൻ തേച്ചിട്ട് പോകുമ്പോ ഫ്രണ്ട്സും ഇല്ല, അവനും ഇല്ല, ആ ഒരു അവസ്ഥ. അവിടെ തേച്ചത് മാത്രമല്ല ഇഷ്യൂ, ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ പോകുന്നു. നമ്മൾ റിലൈ ചെയ്യുന്ന എവിടെയാണ്? എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്താണ്. പക്ഷെ ഈ ഒരേ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ആണെങ്കിൽ അവിടെ ഈ പ്രോബ്ലം വരും, അവിടെ ഈ ഒറ്റപ്പെടുമ്പോ പിന്നെ
എന്താ അത് ഈ പ്രണയം വരുമ്പോൾ ഒരു പ്രശ്നം നമ്മൾ ഫുള്ളി അയാൾക്ക് നമ്മളെ കൊടുക്കാണ്. നമ്മളുടെ സർക്കിളൊക്കെ നമ്മളങ്ങ് മാറ്റി. ഗേൾസിനുള്ള ഒരു പ്രശ്നം അതാണ്. അവർ അവരുടെ ഫ്രണ്ട് സർക്കിളിനെ അങ്ങ് മാറ്റി ഫുള്ളി ചെറുക്കിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ അവന്റെ ഫ്രണ്ട്സ് ആയിരിക്കും ഇവളുടെ അവസാനം ഇവൻ തേച്ചിട്ട് പോകുമ്പോ ഫ്രണ്ട്സും ഇല്ല അവനും ഇല്ല. അവസ്ഥയാണെങ്കിൽ അത് തന്നെയാണ്. അത് പെട്ടെന്ന് എന്റെയൊക്കെ പ്രായത്തിൽ നമ്മുടെയൊക്കെ പ്രായത്തിൽ ഡിപ്രഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഡിപ്രഷൻ ഒക്കെ ഇപ്പോഴാണ് വരുന്നത്. അല്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഡിപ്രഷനും ആണ്. എന്താ വെച്ചാൽ ഡിപ്രഷനാ മിസ് ചെയ്യുന്നത്. നമുക്ക് പേരൻസിന്റെ അടുത്ത് പലപ്പോഴും കുട്ടികൾക്ക് ഇതൊന്നും പറയാൻ ജഡ്ജ്മെന്റൽ അല്ലാതെ കുട്ടികളെ കേൾക്കുന്ന പേരൻസ് ടീച്ചേഴ്സ് വളരെ കുറവാണ്. ടീച്ചേഴ്സിനാണെങ്കിലും ശരി പേരൻസിനാണെങ്കിലും ജഡ്ജ്മെന്റൽ അല്ലാത്തവര്. നമ്മൾ ജഡ്ജ്മെന്റൽ അല്ലാതെ ഒരു 14-കാരിയോട് സംസാരിച്ചാൽ നമ്മുടെ 14 വയസ്സല്ല അവരുടെ 14 വയസ്സിന് ചിന്തിക്കാനുള്ള ബോധമെങ്കിലും നമ്മൾ കാണിക്കണം. നമ്മൾ ഈ മൊബൈൽ ഫോൺ കണ്ടിട്ടില്ല, സോഷ്യൽ മീഡിയ കണ്ടിട്ടില്ല, കമ്പ്യൂട്ടർ പോലും നമ്മുടെ ഒന്നും 14 വയസ്സിൽ വന്നിട്ടില്ല. ആ നമ്മൾ പറയും ഞാനൊന്നും പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ചെയ്തിട്ടില്ല, ഇനി ഞാൻ ആരെ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുള്ളത്? അങ്ങോട്ട് നോക്കിയ കുടുംബക്കാരെ, ഇങ്ങോട്ട് നോക്കിയ നാട്ടുകാർ, ഈ ആൾക്കാരെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ നാട്ടിൽ തന്നെ നിന്നിട്ട്. ഈ കുട്ടികളുടെ ലോകം അതല്ല. അവർ ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി BTSന്റെ ഒക്കെ ആ ചെറുക്കന്മാരെ എങ്ങനെ ഇവർ മുഖം നോക്കി തിരിച്ചറിയണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കൊറിയൻ മൂവീസിന് ഒരുപാട് കൊറിയൻ ലവ് റൊമാൻസ് മൂവീസ് ഉണ്ടല്ലോ, അതിൽ അഡിക്ഷൻ എല്ലാ പ്രായക്കാരും ഉണ്ട്. ഈ കുട്ടികളെ മാത്രമേ നമ്മൾ കുറ്റം പറയണുള്ളൂ എന്നുള്ളൂ. കുട്ടികൾക്കും അതുണ്ട്. അപ്പൊ ഈ റൊമാൻസ് ഒക്കെ കാണുമ്പോൾ കുട്ടികൾ റൊമാൻസ് വരും, കാരണം ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ മനുഷ്യൻ അത് വരണം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളെ നമ്മുടെ കുറെ അനാവശ്യ സദാചാര സങ്കല്പങ്ങൾ കൊണ്ട് കുട്ടികളെ ഇട്ടിട്ട് അവർ കൂടെ കൺഫ്യൂസ്ഡ് ആക്കും. അതുകൊണ്ടാണ് ഈ ആൺകുട്ടികൾക്ക് പലർക്കും തേപ്പ് സഹിക്കാൻ പറ്റാത്തത്. അതൊരു പെണ്ണ് എന്നെ ഇട്ടിട്ട് പോയി മറ്റേത് വളരെ ന്യൂട്രൽ ആയിട്ട് ഞാൻ അവൾക്ക് എന്നെ പറ്റുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് അവൾക്ക് എന്നെ പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന കൊറിയൻ മൂവിയിൽ ഒരു സ്ഥലത്തും ഒരു പെൺകുട്ടി ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പെൺകുട്ടിയെ ആസിഡ് ഒഴിക്കുന്നില്ല. അവര് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ടാറ്റ പറഞ്ഞ് പോവാണ് ചെയ്യണത്. പക്ഷെ നമ്മുടെ ഇവിടെ ബ്രേക്കപ്പ് ആവുക എന്ന് പറഞ്ഞാൽ എന്തോ മഹാഭാവം പോലെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ആൺകുട്ടികൾക്ക് ഇങ്ങനെ ഒന്നും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആൺകുട്ടി ഉണ്ട്, അവന് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പുകൾ ഉണ്ട്, ഇത് ഇവർക്ക് അറിയാം. അത് ഇവള് വീട്ടിലൊക്കെ പറയുമ്പോൾ വീട്ടുകാരും പറയും മോളെ ആ ബന്ധം വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തൊക്കെ സംസാരിച്ച് മാറ്റാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഈ കൊച്ചു പറയണത് അവന് എന്നാലും ആ പെൺകുട്ടികളിലൊക്കെ വെച്ച് അവന് എന്നെ കാരണം ഈ കുട്ടിക്ക് അത് വിട്ടുകളയാൻ പറ്റുന്നത്. എനിക്ക് എല്ലാം കിട്ടിയിരുന്നാണ്, ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കുക. എന്നാലും എനിക്ക് ഞാനെന്നുള്ള ചോയ്സ് ആണ് അവന്റെ ബെസ്റ്റ്. ഇത് ഒരു ഒബ്സഷൻ അല്ലേ? ഒബ്സഷനാണ്. കാരണം അത് വളർന്നു വരുന്ന സിറ്റുവേഷൻ എല്ലാം വളരുന്ന കുട്ടികളാണ്. ഒരു ടോയ് വേണമെന്ന് പറഞ്ഞാൽ 2 ടോയ്സ് ആണ് പേരൻസ് വാങ്ങിച്ചു കൊടുക്കുന്നത് ഇന്നത്തെ കാലത്ത്. ഞാൻ ഉൾപ്പെടെ എന്റെ മക്കളെ അങ്ങനെയാണ്. കാരണം നമ്മള് വളർന്ന സാഹചര്യമല്ല ഇപ്പോഴത്തെ കുട്ടികൾ വളരുന്ന സാഹചര്യം. പക്ഷെ അത് ഒരു തരം ഒബ്സഷനിലേക്കും അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ മനസ്സറിയാത്ത ഒരു അവസ്ഥയിലേക്കും ഒക്കെ മാറും. ഞാൻ എനിക്ക് സെൽഫ് എന്നുള്ള ഇതിലേക്ക് ഒതുങ്ങി പോകുന്നു. അതാണ് ഒരു പോയിന്റ്. പിന്നെ പറഞ്ഞത് നന്നായി. എൻ്റെ അടുത്ത് നോർമലി കുട്ടികൾ വന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇപ്പൊ എനിക്കറിയാം കുട്ടികളുടെ റിലേഷൻഷിപ്പും ഞാൻ അവരെ ഒരിക്കലും അത് മോശം അല്ലെങ്കിൽ അവരെ ജഡ്ജ് ചെയ്യാൻ പോവാറില്ല. അത് തോന്നുന്നത് വളരെ നല്ല. കാരണം ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഇന്ന് സ്ട്രേറ്റ് റിലേഷൻഷിപ്പ് ആണോ അല്ലയെന്ന് ഒന്നും നമുക്ക് അപ്പൊ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഓക്കെ ഈ കുട്ടി കുഴപ്പമില്ല നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതിനൊരു സ്പേസ് കൊടുക്കുക. ഇനിയിപ്പോ ആ കുട്ടി പോയെങ്കിൽ പോട്ട്, അത് പൊക്കോട്ടെ, സാരമില്ല. സെൽഫ് ലവ് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലേ? തേപ്പിൽ നിന്നും അല്ലെങ്കിൽ ഈ പ്രേമ നൈരാശ്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെൽഫ് ലവ് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വയം സ്നേഹിക്കണം. നമ്മളായിരിക്കണം നമ്മൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ്, നമ്മളായിരിക്കണം പ്രയോറിറ്റി എന്നൊരു സാധനം ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ പഠിപ്പിച്ച് വലുതാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഇട്ടിട്ട് പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരുന്നൊരു തോന്നലോ അല്ലെങ്കിൽ നമ്മളുടെ ലോകം തന്നെ ഇടിഞ്ഞു വീണൊരു തോന്നലോ ഉണ്ടാവാതിരിക്കാൻ അത് സഹായിക്കില്ലേ? അതെ. ഈ സെൽഫ് ലവിന്റെ 2 ആസ്പെക്ട് ആണ് ഉള്ളത്. ഒന്ന് സെൽഫ് ലവ് കൂടിപ്പോയാൽ സെൽഫ്ലെസ്, പിന്നെ ഒന്ന് സെൽഫ്ലെസ് ആയാൽ ഒട്ടുമില്ലാത്ത അവസ്ഥയായ. പക്ഷെ അവനവനൊരു സെൽഫ് റെസ്പെക്ട് എന്നുള്ളതാണ്. സെൽഫ് എസ്റ്റീം, നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ നമ്മൾ ആദ്യം സ്നേഹിക്കണം. നമ്മുടെ എന്താണ് നമ്മുടെ ബൗണ്ടറി? എന്റെ കൈയുടെ അറ്റമാണ് താങ്കളുടെ എന്റെ ബൗണ്ടറി. അതെ. ആ കോൺസെപ്റ്റിലേക്ക് കുട്ടികളെ മനസ്സിലാക്കിപ്പിച്ചെത്തണം. ഇതൊക്കെ ഒരു നമ്മൾ രണ്ടുപേരും ഇന്ന് സംസാരിച്ചാലേ ഡെവലപ്പ് ചെയ്യുള്ളൂ. ഒരു കുട്ടി ഇങ്ങോട്ട് എന്താ പറയാ വളർന്നു വരുന്ന സാഹചര്യത്തില് ഒന്നില്ലെങ്കിൽ ടീച്ചർമാരെ ഇത് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. എന്റെ ഒന്നും സമയത്ത് ഒരു ടീച്ചേഴ്സും ഇതൊന്നും ഓപ്പൺ ആയിട്ട് സംസാരിക്കാതെ അന്നൊക്കെ പ്രണയിച്ചാൽ വളരെ കുറ്റമായിട്ടുണ്ടായിരുന്ന ഒരു, അല്ലെങ്കിൽ അയ്യേ അവൾ അങ്ങനെയാണ് എന്നുള്ള ഒരു സ്വഭാവദൂഷ്യം അങ്ങനെയാണ്. ശരിക്കും പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യർക്കും വേണം. എന്നാലേ ഒരു വ്യക്തിക്ക് കറക്റ്റായിട്ട് അവൻ ആ ഒരു എന്താ പറയാ ഈ
നമ്മളിൽ കുറെ ഫിറമോൺസും ഹോർമോൺസും ഒക്കെ ഉത്പാദിപ്പിക്കുന്ന ഒരു തോന്നലാണിത്. എന്നാമത്തെ യൂത്ത് നമുക്ക് നിലനിൽക്കുള്ളൂ. തേപ്പ് നല്ലോണം കിട്ടിയ ടീച്ചർമാരായിരിക്കും ഒന്ന് അത്രയും ടെററായിരുന്നു തോന്നുന്നു. എനിക്ക് കിട്ടാത്തത് ഫ്രസ്ട്രേഷൻ പിള്ളേരുടെ നെഞ്ചത്തേക്ക് കൊണ്ട് തീർക്കും. അല്ലാതെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പൊ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കുഴപ്പമുള്ള കാര്യമില്ല. കുട്ടികളൊക്കെ പറയാറുണ്ട് സാമന്തേ വരെ തേച്ച ആൾക്കാരുണ്ട്. പിന്നെയാണ് ഞാൻ ഇതിൽ വേറൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ കുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന സിറ്റുവേഷനിലല്ല ഈ കുട്ടികൾ ജനിച്ചു വളർന്നത്. ചെറുപ്പം തൊട്ടേ അവർ നമ്മളെക്കാളും ഒബ്സർവേഷൻ ഉള്ള കുട്ടികളാണ്, നമ്മളെക്കാളും അതെ. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ഇപ്പൊ അമ്മമാരും അച്ഛന്മാരും സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടി എന്താ വെച്ചാൽ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടൊന്നും എന്റെ കുട്ടി അറിയരുതെന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ കുട്ടിയും കൊണ്ട് കൊടുക്കുകയാണ്. പക്ഷെ നമ്മൾ ശരിക്കും ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് ഡൈനിങ് ടേബിളിന് മുന്നിൽ ഒരുമിച്ചിരിക്കുന്ന ഒരു അരമണിക്കൂറെങ്കിലും വേണം. പണ്ട് ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു. അതെ, നമ്മൾ വീട്ടുകാർ സംസാരിക്കുന്ന ഒരു സമയം അതായിരുന്നു. അന്ന് ലോഡ് ഷെഡിങ്ങിന് മൊബൈൽ ഫോണും ഇല്ല. ഇന്നാണെങ്കിൽ പിന്നെ ലൈറ്റത്ത് ഇരുട്ടത്ത് പ്രേതങ്ങളെ പോലെ ഇരിക്കായിരുന്നു. അപ്പൊ അന്ന് നമുക്ക് സംസാരിക്കാൻ സ്പേസ് കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, വെറുതെ കഥ പറയലും വഴക്കുണ്ടാക്കൽ വരെ അതിൻ്റെ ഇടയിൽ നടക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ കുട്ടികളെ അങ്ങനെ ഇരുത്തി സംസാരിപ്പിക്കോ, നമ്മുടെ കുടുംബത്തിന് ഇത്രയാണ് വരുമാനമുള്ളത്, ഈ വരുമാനം ഇങ്ങനെ ഇന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയൂ എന്നൊക്കെ പറയുമ്പോൾ കുട്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഫ്രണ്ടിൻ്റെ അച്ഛൻ ഇത്രയും കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയില്ല. ചെറുപ്പം തൊട്ട് അത് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് വളർത്തുന്നത്. കമ്മ്യൂണിക്കേഷൻ വേണം. പക്ഷെ ഇപ്പൊ പാർട്ട്നേഴ്സ് തമ്മിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ? ടെക്സ്റ്റിംഗ് ആണ്. വാട്സപ്പിൽ ഒരു മെസ്സേജ് അങ്ങോട്ട് അയക്കുന്നു, തിരിച്ചറിയുന്നു. നമ്മള് സംസാരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ആവില്ലേ ടെക്സ്റ്റിംഗ്. കോവിഡ് വന്നപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ ഒരു, അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് എനിക്ക് അറിയില്ല, കുട്ടികൾ മനസ്സിലാക്കിയ ഒരു സംഭവം എന്താ വെച്ചാൽ, അതിനു മുമ്പ് നമ്മൾ പകൽ മുഴുവൻ പിള്ളേർ സ്കൂളിലായിരിക്കുമല്ലോ, അച്ഛനും അമ്മയും വരുന്ന സമയത്ത് ആകുമ്പോഴേക്കും രാത്രിയിൽ കുറച്ച് നേരം പഠിക്കാനൊക്കെ ഇരുന്ന് പിന്നെ ഉറങ്ങുന്ന സമയം, അങ്ങനെ അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. കോവിഡ് വന്നപ്പോൾ 24/7 ആ ലോക്ക്ഡൗൺ, ഫസ്റ്റ് ലോക്ക്ഡൗൺ വന്ന സമയത്ത് എല്ലാവരും വീട്ടിലാണ്. അപ്പോഴാണ് കുട്ടി മനസ്സിലായത് അച്ഛന് വേറെ ലൈനുണ്ട്, അമ്മയ്ക്കും വേറെ ലൈനുണ്ട്. അപ്പൊ പിന്നെ കുട്ടിക്ക് വേറെ ഒന്നുണ്ടായാലും കുഴപ്പമില്ല. അച്ഛൻ്റെ ലൈനിനെ കുറിച്ച് അമ്മ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് പോയി പറയുമല്ലോ. അപ്പൊ അച്ഛൻ്റെ അടുത്ത് പറയും, അച്ഛൻ്റെ ഫോണിൽ ഇങ്ങനെ ഒരു ആൻറ്റിയുടെ മെസ്സേജ് കണ്ടത് ഞാൻ അമ്മയോട് പറഞ്ഞു. കാരണം കുട്ടിക്ക് ഇത് ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ലോക്ക് എടുക്കാനും ഉറങ്ങിക്കിടക്കുന്ന അച്ഛൻ്റെ വിരൽ തുമ്പ് കൊണ്ടുപോയി വെച്ചിട്ട് ലോക്ക് ഓൺ ചെയ്യാനൊക്കെ അവനറിയാം. അങ്ങനെ അച്ഛനമ്മമാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പിള്ളേർ വരെ. അല്ല, ഇത് ഇപ്പൊ ഈ പറയുന്ന ടേമിനാണ് നമ്മൾ അവിഹിതം പറയുന്നത്. അത് റിലാക്സേഷൻ പോയിന്റ് ആണ് ആക്ച്വലി, അവിഹിതം. അപ്പോ അത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് സൊസൈറ്റിയുടെ തന്നെ പ്രോബ്ലം ആണ്. കാരണം ഒരുമിക്കേണ്ടവരെ പിരിച്ചത് ആണ്. അവര് മര്യാദയ്ക്ക് സുഖമായി ജീവിച്ചേനെ. അവരെ പിരിച്ച് നമ്മുടെ ഇഷ്ടത്തിന്, പേരൻസിന്റെ ഇഷ്ടത്തിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് ഏതോ ഒരു പോയിന്റിലെത്തി അവർ ഫ്രീ ആയപ്പോ ദേ കണക്ട്. അതാണ് സത്യം. അത് സൊസൈറ്റിയുടെ പ്രശ്നമാണ്. ഇതൊക്കെയാണ് വെസ്റ്റേണേഴ്സ് നമ്മളുമായിട്ടുള്ള വ്യത്യാസം. അത് കുട്ടികളിൽ നിന്ന് മാറ്റം വരട്ടെ. അതാണ് നിങ്ങളുടെ ചോയ്സ് നിങ്ങൾ എടുക്കും, നിങ്ങളുടെ തീരുമാനം നിങ്ങൾ എടുക്കും, നിങ്ങൾ നിങ്ങളുടെ പേരൻസിന് വിടാണ്ടിരിക്കും. പക്ഷേ യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ചോയ്സ്. നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളായിരിക്കണം അതിന്റെ റെസ്പോൺസിബിലിറ്റി. ഞാൻ എൻ്റെ ബ്രദറിന് പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്, നിന്റെ ചോയ്സ് നീ എടുത്തോളൂ, കുഴപ്പമില്ല കാര്യമല്ല, ഞങ്ങൾ കൂടെ നിൽക്കും. പക്ഷെ നാളെ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ എനിക്ക് പഴിചാരാം, അച്ഛനാണ് പക്ഷെ നിന്റെ കാര്യത്തിൽ നീ ആയിരിക്കണം നിന്റെ ചോയ്സും കാര്യങ്ങളും തീരുമാനിക്കണം. നിങ്ങൾ നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ നമുക്ക് ഇയാളോട് ചോദിക്കാം, ഇപ്പൊ ചോയ്സസ് കൂടുതലാന്ന് നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ്? ഒരു ലവർ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർക്ക് വേണ്ട കോൺസെപ്റ്റ് എന്തൊക്കെയാ? അങ്ങനെ കൺസെപ്റ്റ് ആയിട്ട് ചിന്തിച്ചാൽ ഓരോരുത്തർക്ക് ഓരോ ഡിഫറെന്റ് ആയിട്ടായിരിക്കുമല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ സമ്മാനത്തോടെ നമ്മൾ സ്പേസ് കൊടുക്കുന്നത്, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതിപ്പോ ചിലപ്പോൾ ഹാപ്പിനെസ് വേറെ സ്ഥലത്ത് നിന്നാണ് കിട്ടുന്നത്, ചിലപ്പോൾ അങ്ങോട്ട് പോവാം. ഹാപ്പിനെസ്, സമാധാനം. നമ്മളാണെങ്കിൽ പണ്ട് പറയും ചേട്ടൻ എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി. നമുക്ക് നമ്മളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നാത്തൂനുണ്ടോ നാത്തൂനില്ലേ, ഒറ്റ മോനാണോ, എത്ര ഇതുണ്ട്, ഇതായിരുന്നു നമ്മുടെ ക്രൈറ്റീരിയ. ഇവിടെ അതല്ല. ചേഞ്ച് ഇസ് ഹാപ്പനിങ് ആൻഡ് ഇറ്റ് ഇസ് ഫോർ ഗുഡ് സേക്ക് ദെൻ വെൽ ആൻഡ് ഗുഡ്. വർദ്ധിച്ചുവരുന്ന ഒരു പ്രവണതയാണ് ലിവിങ് ടുഗദർ. അത് ആ ലിവിങ് ടുഗദർ ഇത് കൂടുതലാകാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഈ തേപ്പാണെന്ന്. അത് പരസ്പരം തേച്ച് അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ഇതുമില്ല, അതിനെക്കുറിച്ച് ബോധറേഷൻ ഇല്ല. അതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരു, അതായത് ആവശ്യമുള്ളപ്പോ തേച്ചിട്ട് പോകാനായിട്ടുള്ള ഒരു മടിയില്ല. അപ്പൊ അതിൽ നിന്ന് അവർക്ക് നേരെ വിവാഹത്തിലോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ആ ലിവിങ് ടുഗദർ ആയിരുന്നാലും എപ്പോ വേണമെങ്കിലും ഉപേക്ഷിച്ച് പോകാമല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് വർദ്ധിച്ചു വരാനുള്ള ഒരു
കാരണം എന്നാണ് എൻ്റെ ഒരു പക്ഷേ ഈ ലിവിങ് ടുഗെദർ ആയാലും ഇപ്പൊ മാരേജ് ആയാലും, മാരേജ് ഒരു സോഷ്യൽ കോൺട്രാക്ട് ആണ്. ലിവിങ് ടുഗെദർ ആണെങ്കിലും രണ്ടിലും ഒരാണും പെണ്ണുമാണ്. മാരേജിലായാലും ഇവിടെ ആണെങ്കിലും ഈ ആണിനും പെണ്ണിനും ഒരേപോലെ തന്നെയാണ് ഇമോഷൻസ്. ഒരു താലി കെട്ടിയെന്നുണ്ടോ ഒരു ഒപ്പിട്ടതുകൊണ്ടോ ഇവിടെ ഇമോഷൻസും സ്നേഹമൊന്നും കൂടില്ല. അപ്പുറത്തും അതുപോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ അല്ലേ. സ്നേഹത്തിന് അങ്ങനെ ഉപ്പിലും താലിയിലൊക്കെ ലിവിങ് ടുഗദർ ആവുമ്പോ ഈ പറഞ്ഞ പോലെ പേരൻസ് ഉണ്ടാവില്ല, ഈ ഫാമിലി ബേർഡൻസ് ഒന്നും വേണ്ട, റെസ്പോൺസിബിലിറ്റീസ് കുറവാണ്. അപ്പൊ അവിടെ എന്താ വെച്ചാൽ കുറച്ച് ഫ്രീഡം. തെറ്റിദ്ധാരണയാ. ലിവിങ് ടുഗദറിൽ റെസ്പോൺസിബിലിറ്റീസ് കുറവോ അല്ലെങ്കിൽ ബേർഡൻസ് ഇല്ലായ്മയൊന്നുമില്ല. ലിവിങ് ടുഗദറിൽ കുറവുള്ള റെസ്പോൺസിബിലിറ്റി എന്താ അറിയോ? സ്പൗസിന്റെ വീട്ടുകാരെ നമ്മൾ പ്ലീസ് ചെയ്യണ്ട. അത് റെസ്പോൺസിബിലിറ്റി, അത് സത്യം ഒരു ശല്യമാണ്. അവരുടെ വീട്ടിലെ ഓരോ ചടങ്ങുകൾക്ക് പോയാലും നമ്മളിങ്ങനെ അവരൊക്കെ എല്ലാവരുടെ മുന്നിൽ കണ്ടിന്യൂയാലിറ്റി ഇങ്ങനെ കീപ്പ് ചെയ്ത് നിൽക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ അങ്ങനെ ചിരിച്ചു തന്നാൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. അതുപോലെ തന്നെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ അവർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. അങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ പല കല്യാണങ്ങളും ഉണ്ടല്ലോ, കഴുത്തിൽ 10 പവന്റെ താലിയിട്ട് നെറ്റി നിറയെ സിന്ദൂരിട്ട് നടക്കുന്ന പല കല്യാണങ്ങളിലും രണ്ടുപേരും പറ്റിക്കുന്നവരുണ്ട്. അപ്പം ലിവിങ് ടുഗദർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന റിലേഷൻ എന്താണെന്ന് കേരളത്തിലുള്ളവർക്കും അറിയില്ല, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവർക്കും അറിയില്ല. അതായത് നമുക്ക് തോന്നിവാസം നടക്കാം, ഈ പാർട്ട്ണർക്ക് ഏത് വഴിക്ക് പോവാം, ഇയാൾക്ക് ഏത് വഴിക്ക്, അതാണ് ലിവിങ് ടുഗദർ. അങ്ങനെയല്ല, മാരേജ് ലൈഫിലുള്ള എല്ലാ കമ്മിറ്റ്മെന്റ്സും ഇതിലും ഉണ്ട്. ഉണ്ടാവും. പക്ഷെ ശ്യാമപ്രസാദിന്റെ ഒരു മൂവിയുണ്ട്, ആനഗസ്റ്റിനും ഫഹദ് ഫാസിൽ അഭിനയിച്ച, പേര് ഞാൻ മറന്നുപോയി. അതിൽ ഇതിന്റെ ഒരു അതിന്റെ ഇതിൽ ആർട്ടിസ്റ്റ്, അതിന് ദുഃഖകരമായ ഒരു വശമുണ്ട്. ഇത്രയും ആ സ്ത്രീ അയാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത അവരുടെ ലൈഫിലെ എല്ലാം കളഞ്ഞ് ലിവിൻ റിലേഷൻഷിപ്പിലായപ്പോഴും ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അതെല്ലാം ഉപേക്ഷിച്ച് പോണ്ടി വരുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ മാരേജ് ആണെങ്കിൽ അവിടെ അതിന്റെ ആവശ്യം തോന്നിയപ്പോ ആ വ്യക്തിക്ക് ഇറങ്ങി പോവാം. മാരേജ് ആണെങ്കിൽ പിന്നെ കോടതിയെ സമീപിക്കണം. തോന്നുന്നല്ല, അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നു. കാരണം അവിടെ ഒരു ജസ്റ്റിഫിക്കേഷൻ അവർക്ക്, ഞാൻ സപ്പോർട്ട് മാരേജിനെയോ ലിവിങ് ടുഗദറിനെയോ സപ്പോർട്ട് ചെയ്യുന്നല്ല, ഞാൻ ആ മൂവിയുടെ ഒരു ഇത് പറഞ്ഞാണ്. അവിടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഫാക്ടർ ഇല്ല, ഇടപെടാനില്ല. മാരേജ് ആകുമ്പോൾ ഇത് പ്രശ്നം പറഞ്ഞ് മാരേജുകളും ഈ പ്രശ്നം പറഞ്ഞ് തീർത്തിട്ട് രണ്ടു കൂട്ടരും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ വരുന്നതിൽ ഒരു കാര്യം എന്താ വെച്ചാൽ ആ മാരേജിൽ നിന്ന് പുറത്തേക്ക് കിടക്കണമെങ്കിലുള്ള ലീഗൽ നൂലാമാലകൾ പേടിച്ചിട്ടാണ്. ലിവിങ്ങിലാവുമ്പോൾ പിന്നെ അത്രയും നൂലാമാല ഇല്ലാത്തത് കൊണ്ട് രണ്ടുപേരും. പക്ഷെ മുറിയുന്ന മനുഷ്യന്റെ മനസ്സ് അത് ലിവിങ്ങിലായാലും തേപ്പിലായാലും ഒക്കെ സെയിമാണ്. മുറിയുന്ന ആള് കൃത്യമായിട്ട് മുറിഞ്ഞിരിക്കും. ലേഡിക്ക് മാത്രമാണ്, അവരാണ് അതില് അതിൽ ഇൻവോൾവ് ആയ ആളാണ് അതിൽ വേദനിക്കുന്നത്. അത് മുറിക്കുന്ന ആള് ഏത് റിലേഷൻഷിപ്പിലായാലും കൃത്യമായിട്ടും അയാൾ മുറിഞ്ഞിട്ടുണ്ടാവും. മറ്റേ ആള് അതിൽ നിന്ന്, കാരണം മറ്റേ ആൾ ഇയാൾക്ക് അത്രയും പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് ഒരു സമയത്ത് ഞങ്ങൾ ഭയങ്കര ഡീപ്പ് ലവ് ആയിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ലവ് മാറി, അങ്ങനെ ഇതൊന്നുമില്ല. സ്റ്റാർട്ടിങ് തൊട്ടേ അയാളുടെ ഒരു സ്റ്റേജ് അങ്ങനെയാണ്. അയാൾ ഇത്രയും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. മറ്റേ ആള് കംപ്ലീറ്റ്ലി നമ്മുടെ സ്നേഹമാണ് അവരെ നമ്മുടെ മുന്നിൽ വലിയൊരാളാക്കി മാറ്റിയത്. നമ്മൾ കൊടുത്ത എനർജി, നമ്മുടെ സ്നേഹം, ആ സ്നേഹം നമ്മൾ തിരിച്ചെടുത്ത് കഴിയുമ്പോൾ ആ എനർജിയും തിരിച്ചു പോരും. പിന്നെ നമ്മൾക്ക് അയാൾ വേറൊരു ഒരാള് മാത്രമായിരിക്കും. ഇപ്പൊ മുട്ടത്തുവർക്കിയുടെ നോവലുകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള പ്രണയങ്ങളില്ലേ, അങ്ങനെയൊക്കെ ആയിരുന്നോ നിങ്ങളുടെ കാലഘട്ടത്തിൽ ശരിക്കും? തുർക്കിയുടെ പ്രണയകഥകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഒന്നും ഓർക്കുന്നില്ല. അതില് വായിച്ചിട്ടുണ്ട്, കുറെയൊക്കെ ശരിയാണ്. കൂടുതലും ആണുങ്ങളാണ് ഈ വിരഹം അനുഭവിക്കുന്നതും അല്ലെങ്കിൽ നൈരാശ്യം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വേണുനാഗവള്ളിയുടെ ഒരു സമയത്തൊക്കെ നമ്മൾ കൂടുതൽ കാണുന്നത് ആണിന്റെ ഭാഗത്താണ് തേപ്പ് കിട്ടുന്നതും അല്ലെങ്കിൽ അനുഭവിക്കുന്നതും. കടപ്പുറങ്ങളുണ്ട്, വളരാൻ താടിയുണ്ട്. അതെ അതെ, ജമീനില് പിന്നെ കടാപ്പുറത്തുകൂടി പാടി പാടി നടന്നതൊക്കെ അതില് പരിക്കുട്ടിയാണല്ലോ കൂടുതൽ അനുഭവിക്കുന്നത്. മറ്റവിടെ തേച്ചെന്ന് പറയാൻ പറ്റില്ല, അച്ഛന്റെ നിർബന്ധപ്രകാരം മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വരുന്നതാണ്. പരീക്കുട്ടിക്ക് പാടി നടക്കാൻ വേണ്ടിയിട്ട് ഒരു കടപ്പുറം ഉണ്ടായിരുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സമൂഹം ഉണ്ടായിരുന്നു. ഇതേ ആള് മറ്റേ ആ സ്ത്രീ കഥാപാത്രം അതിന്റെ അച്ഛൻ നിർബന്ധമായിട്ട് കല്യാണം കഴിക്കണം വേറെ ആളെ എന്ന് പറഞ്ഞാൽ അത് ആരാണെന്ന് പോലും നോക്കാതെ കല്യാണം കഴിച്ചിരിക്കണം. അത് അങ്ങനത്തെ ഒരു നിർബന്ധ ബുദ്ധിയുള്ള സൊസൈറ്റി ആയിരുന്നു. എന്നിട്ടും കറുത്തമ്മ ചതിച്ചു എന്നാണ് പറയുന്നത്. ആ പരീക്കുട്ടി കാലഘട്ടത്തിന്റെ കാഴ്ചപ്പാട്. സുന്ദരി ചെല്ലമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ നമ്മുടെ രാജാവിനെ സ്നേഹിച്ച, മറ്റേ തിരുവിതാംകൂർ രാജാവിനെ സ്നേഹിച്ച അവരെ എല്ലാരും കൂടെ ഭ്രാന്തിയാക്കുകയാണ് ചെയ്തത് അവസാനം. അപ്പൊ ഒരു ലേഡിക്ക് അങ്ങനെ പ്രണയിച്ച് സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അന്നത്തെ സൊസൈറ്റി ആണെങ്കിലും ഇന്നത്തെ സൊസൈറ്റി ആണെങ്കിലും ഇത്തിരി പാടാണ്. ഇനി ഡിവേഴ്സി ആയിട്ടാണ് അവൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോന്നിട്ട് ഡിവേഴ്സി ആയിട്ടാണ് അവൾ നിൽക്കുന്നതെങ്കിൽ അവൾ തന്റേടിയാണ്, അഹങ്കാരിയാണ്. അവളെ സൊസൈറ്റി മാക്സിമം എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കും. ഇതാണ് ഒരു ബ്രേക്കപ്പിന്റെ ഒരു പ്രശ്നം. അത് നമ്മുടെ ആദ്യത്തെ നോവല് ഇന്ദുലേഖ തൊട്ട്
ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വരെയുള്ള നോവലുകളും എടുത്തു നോക്കിയാലും പുരുഷൻ എപ്പോഴും പ്രണയത്തെക്കുറിച്ചും അവൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്കും ഒരു ശല്യമില്ല. പക്ഷെ ഇപ്പോഴും സ്ത്രീയുടെ പ്രണയം പറയുമ്പോൾ മാധവിക്കുട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഗ്ലോറിഫൈഡ് ആക്കി വെക്കും. ഇപ്പോൾ മാധവിക്കുട്ടി എൻ്റെ കഥ എഴുതിയപ്പോൾ സ്ത്രീ തുറന്നെഴുത്ത് എന്ന് വെച്ചാൽ ഒരു പെണ്ണ് എനിക്ക് പ്രേമം ഒരാളോട് തോന്നിയെന്ന് പറയുന്നത് അതൊരു വലിയ ധൈര്യമായിട്ടാണ് കാണുന്നത്. ആണിന് ആർക്ക് വേണമെങ്കിലും പ്രേമം തോന്നും. ഇപ്പം നമുക്ക് എഴുതുമ്പോൾ നമ്മളിപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഞാനൊരു പ്രാവശ്യം ഒരു ലെസ്ബിയൻ സ്റ്റോറി എഴുതിയപ്പം പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത് നിൻ്റെയും കൂടെ കഥയാണോ, അതായത് ഞാൻ ലെസ്ബിയൻ ആണോ, ഐ എം സ്ട്രൈറ്റ് എന്ന് എനിക്കറിയാം. ഇതിപ്പോൾ നാട്ടുകാരെടുത്ത് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും സ്ത്രീ ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ അത് അവളുടെ ആത്മകഥ, പുരുഷൻ അത് എഴുതി കഴിഞ്ഞാൽ അവൻ്റെ ക്രിയേറ്റിവിറ്റി. അങ്ങനെ കാണാനാണ് നമ്മുടെ സൊസൈറ്റിയിൽ. അത് നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പുകളിലും ഉണ്ട്. അമ്മ എന്ന് പറയുന്ന നമ്മൾ ഓവർ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അമ്മ സ്വാർത്ഥത ഇല്ലായ്മയുടെ നിസ്വാർത്ഥതയുടെ പര്യായമാണ് അമ്മയുടെ സ്നേഹം. അതുപോലെ പളുങ്കായിട്ടുള്ള വേറെ ഒന്നുമില്ല എന്ന് പറയും. എങ്കിൽ പിന്നെ എന്താ അമ്മയ്ക്ക് മോൻ്റെ ഭാര്യയോട് ആ സ്നേഹം തോന്നാത്തത്? അതൊരു ഒരു 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 ഇതിൽ കൊണ്ടുവന്ന് കെട്ടിയിടുന്നതാണ്. കാരണം അമ്മയ്ക്ക് സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഉണ്ടാവാൻ പാടില്ല, അവരുടെ ചോയ്സ് ഉണ്ടാവാൻ പാടില്ല. അമ്മയുടെ അതിതീവ്രമായ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ അമ്മ നിസ്വാർത്ഥമായ, അമ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്വാർത്ഥമായ സ്നേഹമാണ്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെ അയലത്തുകാരൻ്റെ കുട്ടിയെ സ്നേഹിക്കാൻ പറ്റില്ല. പ്രയോറിറ്റി ഞാൻ എപ്പോഴും എൻ്റെ കുട്ടിയെ കൊടുക്കുള്ളൂ. അമ്മ അത്ര നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ മകൻ്റെ ഭാര്യയോട് അതേ സ്നേഹം കാണിക്കണം. അത് പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് സ്വാർത്ഥമാണെന്ന്. അപ്പം നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പുകളിലും ഈ ഒരു സ്വാർത്ഥതയുടെയും ഇതിൻ്റെയൊക്കെ എലമെൻറ്റ്സ് കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തേപ്പ് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ അതിനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പഴയ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, പഴയതെന്ന് പറയുന്നില്ല ഞാൻ, ഒരു ഏകദേശം ഒരു 70s 80s വരെയൊക്കെയുള്ള 90s വരെയുള്ള സിനിമകളിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ ചതിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ആ സിനിമയിലെ നെഗറ്റീവ് കഥാപാത്രമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആസിഫ് അലിയുടെ ഒരു പടത്തിൽ വരെ അവൾ എന്നെ തേച്ചു എന്നുള്ളൊരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഭർത്താവായി അല്ലെങ്കിൽ പ്രേമിച്ചിരുന്ന പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവൾ മരിക്കണം, അതാണ് നീതി. ഒന്നുകിൽ അവൾ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ അവളെ കൊല്ലണം സിനിമയുടെ എൻഡിൽ. അതായത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് കണ്ട് ശീലിച്ചത് കൊണ്ടാണ് നമ്മുടെ ആൺകുട്ടികൾക്ക് ഇപ്പോഴും പെൺകുട്ടികൾ അങ്ങനെയൊക്കെയാണ് നിൽക്കുള്ളത്. പക്ഷെ പെൺപിള്ളേർക്ക് നേരം വെളുത്തു, ആൺകുട്ടികൾ ഇപ്പോൾ വൈകുന്നേരം ഉറങ്ങാൻ കിടക്കണേ ഉള്ളൂ. അതിൻ്റെ ഒരു വ്യത്യാസം നമ്മുടെ സമൂഹത്തിൽ കൃത്യമായിട്ട് കാണും. അപ്പോൾ തേപ്പൊന്നും ഒരു മോശ സംഗതിയൊന്നുമല്ല. നമ്മളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ പോലും നമ്മൾ എത്ര വട്ടം ട്രൈ ചെയ്തിട്ടാണ്, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയാണെങ്കിലും ശരി, നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോകുമ്പോഴും പല ചോയ്സസ് നോക്കും. നമുക്ക് നല്ലതാണോ നോക്കും, സ്റ്റിച്ചിങ് നല്ലതാണോ നോക്കും. ഇത് ചിലത് നമുക്ക് ഇഷ്ടപ്പെടും, പക്ഷേ ചിലത് നമുക്ക് അത്ര ശരിയല്ല, അല്ലെങ്കിൽ നമ്മുടെ അഫോർഡബിൾ അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് വേണ്ടാന്ന് വയ്ക്കും. ഇങ്ങനെയൊക്കെ നോക്കി സെലക്ട് ചെയ്തൊരു ഡ്രസ്സ് നമ്മൾ 2 വർഷത്തിൽ കൂടുതലൊന്നും അങ്ങനെ പുറത്തേക്ക് ഇടുകയൊന്നുമില്ല. അപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അത്രയും കോൺഷ്യസ് ആവുമെങ്കിൽ ലൈഫ് ലോങ് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ കോൺഷ്യസ് ആവുന്നതിന് തേപ്പ് എന്നാണ് പറയുന്നതെങ്കിൽ തേപ്പ് ഇത് നല്ല വേർഡ് അല്ല. എനിക്കും ഏതാണ്ട് അതിനോട് സെയിം അഭിപ്രായമാണുള്ളത്. നമ്മൾക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ബന്ധം ഏതെങ്കിലും ഒരു സ്റ്റേജിൽ തിരിച്ചറിയുമ്പം അതുകൊണ്ട് കൂടുതൽ ജീവിതം ആയുഷ്കാലം വഷളാക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വിട്ടുപോരുകയാണ്. നമ്മളതിൽ നിന്ന് വിട്ടുപോരുക. അതിനിപ്പം ഈ ഇപ്പം നാളെ ടൈറ്റിലെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ അത് ഒരാളെ വിശ്വസിച്ച് പറ്റിച്ച് എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് അത് മുറിപ്പെടുത്തി പോകുന്നത് ശരിയല്ല. സോ തേപ്പിന്റെ ഏത് ബ്രാക്കറ്റിൽ ഇത് വരുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. തേപ്പിനെ പറ്റി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നല്ല തേപ്പ് കൊണ്ട് ചീത്ത തേപ്പുണ്ട്. ഇപ്പൊ കൂടുതൽ എല്ലാവരും ഇമോഷൻസ് അങ്ങനെ ഒരുപാട് ഉള്ളോട്ട് എടുക്കുന്നവർ കുറവാണ്. ഉണ്ടാകാം, ഉണ്ടാവാണ്ടിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഇമോഷൻസ് ഒക്കെ പല രീതിയിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻഷിപ്പ്, വെസ്റ്റീസ്, അങ്ങനെ കുറെ ആൾക്കാരോട് കാണിക്കാനുണ്ടാവും. അതുകൊണ്ട് അവർ പിന്നെ ഒന്ന് ടാലിയപ്പായി ഇങ്ങനെ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അത് കൂടുതൽ ഉള്ളിലേക്ക് എടുക്കുന്നില്ലേ അവര്? അതെ. അപ്പോൾ ഈ തേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈവിധ്യാർന്ന ഒരു കലാരൂപമാണ്. അത് കാലങ്ങളോളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. തേക്കപ്പെടണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. സ്ത്രീപക്ഷത്തിന്റെ മറ്റൊരു കിടിലൻ എപ്പിസോഡുമായി ഇനിയും വരുന്നതാണ്. നന്ദി, നമസ്കാരം.